ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ ടി വി എന്ന യു പി എന്ന ഈ ചാനലിനോടൊപ്പം ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫ് ആണ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടും പിന്നെ ഇന്ന് നമ്മൾ ഒരിത്തിരി നേരത്തെ തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് വീണ്ടും ജനിക്കാൻ കഴിയാത്തവരും വീണ്ടും ജനിക്കാൻ കഴിയുന്നവരും അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ പാസ്റ്റർ ഷാജി ജോസഫിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നഷ്ടപ്പെട്ടുപോയ ഞങ്ങളെ ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കുകയും ക്രിസ്തുവിൽ സൂക്ഷിക്കുകയും ക്രിസ്തുവിൽ വളർത്തുകയും ക്രിസ്തുവിൽ അങ്ങയുടെ മാറടണയ്ക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വലിയ പദ്ധതിക്കായി നന്ദിയോട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. നല്ല പിതാവേ, ഈ ചെറിയ ആയുസില് യേശുക്രിസ്തു പറഞ്ഞ പോലെ സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന ആ വചനപ്രകാരം അങ്ങയുടെ സത്യം, അങ്ങയുടെ ഹൃദയത്തിലെ ആഗ്രഹം അങ്ങ് ഞങ്ങളെ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവിലൂടെ അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല പിതാവേ, കുഞ്ഞുങ്ങളുടെ എല്ലാ ഹൃദയം അങ്ങയുടെ സത്യം തിരിച്ചറിയുവാൻ തുറന്നു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ അങ്ങയുടെ അവയവം മാത്രമല്ലോ അങ്ങേക്ക് ഉപയോഗിക്കാം ഇഷ്ടമുള്ള രീതിയിൽ. ഇത് അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. അങ്ങയുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഉപയോഗിച്ചാട്ടെ, അങ്ങയുടെ നാമം മഹത്വം എടുത്താട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് അതെല്ലാം ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ചാനലിലെയും ചാനലിന്റെ പുറകിലുള്ള അങ്ങയുടെ ദാസനെയും ദാസിനെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ യേശു മക്കളോട് കൂട്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ നന്മകളാൽ, ദൈവത്തിന്റെ ജീവനാൽ എല്ലാവരെയും ദൈവം നിറയ്ക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടില്ലാത്തൊരു വ്യത്യസ്ത ടൈറ്റിലാണ് നിങ്ങൾ കേട്ടത്, അല്ലെ? എന്താണ് ആ ടൈറ്റില്? വീണ്ടും ജനിപ്പാൻ കഴിയാത്തവരും വീണ്ടും ജനിപ്പാൻ കഴിയുന്നവരും. ദൈവം കാരണം ഈ ഒരു ടൈറ്റില് പ്രസംഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ഉണ്ടായാലേ കഴിയുള്ളൂ. ആഴമായി ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പ്രസംഗിക്കാൻ കഴിയില്ല. ബൈബിളിലെ പല കാര്യങ്ങളും ഇങ്ങനെയുണ്ട്. യേശുക്രിസ്തു പറയുന്ന ഒരു രംഗമുണ്ട്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ഒരു ചർച്ചിലും അത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സമാധാനമല്ല വാളത്ര വരുത്താൻ വന്നത്. അപ്പോ അതും നമ്മൾ ഓൾറെഡി പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ചാനലിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എല്ലാ ചാനലുകാരെയും ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് സബ്ജക്ട് ഇട്ട് തരികയാണ്. നിങ്ങൾക്ക് ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്ട് പ്രസംഗിക്കുക, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തുക. ഞാൻ സമാധാനമല്ല അത്രയും വരുത്താൻ വന്നത്. അപ്പോ ഇതും അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടാത്തൊരു സബ്ജക്റ്റാണ്. വീണ്ടും ജനിക്കാൻ കഴിയാത്തവരും വീണ്ടും ജനിക്കാൻ കഴിയുന്നവരും എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ മൊത്തം വീണ്ടും ജനനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ സന്ദേശങ്ങളിൽ ശ്രദ്ധിച്ചല്ലോ, വീണ്ടും ജനനത്തെ അട്ടിമറിക്കുന്ന ആന്റിക്രൈസ്റ്റ് സഭകളിലുണ്ട്. വീണ്ടും ജനിക്കുന്നവരെ അട്ടിമറിക്കുന്ന ആന്റിക്രൈസ്റ്റ്. ആ ജനനത്തെ തന്നെ അട്ടിമറിച്ച് കളയുക, ജനിച്ചവരെ തന്നെ അട്ടിമറിച്ച് കളയുക, അബോട്ട് ചെയ്ത് കളയുക. അപ്പോ എന്താ? പക്ഷെ ജനം ഇതൊന്നും അറിയുന്നില്ല. ജനം ഇതൊന്നും അറിയാതെ അവര് ജനിച്ച മതത്തിൽ അവരെ
അവരുടെ അപ്പന്മാരും അമ്മമാരും പരിചയപ്പെടുത്തിയ ദൈവത്തെ സ്തുതിച്ച് ഈ വട്ടപൂജയായി പോകാൻ നിൽക്കുന്ന ശരീരവും വയറും അതിനു വേണ്ടിയുള്ള അധ്വാനവും അതിനുവേണ്ടി അവർക്ക് കൊടുക്കുന്ന ദൈവങ്ങളും ഒക്കെ ആയിട്ട് കഴിച്ച് വട്ടപൂജയായിട്ട് തീരുന്നു. അവനെ സ്നേഹിച്ചും അവളെ തല്ലുപിടിച്ചും അവനോട് തല്ലുപിടിച്ചും പണിയെടുത്തും വഞ്ചിച്ചും ഒക്കെ കുറെ നേടി അവസാനം നേടിയതൊന്നും എടുക്കാൻ പറ്റാതെ ആ ശരീരം ഇവിടുന്ന് പോയി വെറും മണ്ടന്മാരും മണ്ടികളുമായിട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പോ ഇങ്ങനെയുള്ള ജനത്തിന്റെ നാട് അവർക്കിത് പറയാൻ പെട്ടെന്ന് മനസ്സിലാകത്തില്ല ദൈവം എന്ത് ചെയ്യുന്നു നമ്മൾ. അപ്പോ ദൈവത്തിന്റെ ഈ പ്രൊജക്ട് മനസ്സിലാക്കി ഇവിടെ ആ ദൈവത്തിന്റെ പ്രൊജക്ടിനെ എതിർ നിൽക്കുന്ന, നമ്മൾ ആ ദൈവത്തിന്റെ പ്രൊജക്ട് അറിയരുതെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന പിശാചിന്റെ പദ്ധതി അറിയണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് പറയുന്ന സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വെളിച്ചമായി ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ക്രിസ്തുവിന്റെ അവയവങ്ങളായ ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവരെയും പിശാച് പിടിച്ച് മൂടി, മൂടിയിട്ട് ഈ ഏത് നല്ലതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ മക്കളെ, യഥാർത്ഥത്തിൽ ക്രിസ്തു എവിടെ വാ തുറന്നാലും അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു അവിടെയുള്ളവർക്ക് വെളിച്ചം കിട്ടി. കഫർനഹൂമില് അതോടൊപ്പം ഇരുട്ടിലിരിക്കുന്ന ദേശത്ത് ഒക്കെ യേശുക്രിസ്തു വാ തുറന്നു. ഉടനെ അവിടെ എഴുതിയിരിക്കുന്ന ഇരുട്ടിലിരിക്കുന്ന ദേശത്തിന്, മരണത്തിന്റെ നിഴലിലിരുന്ന ദേശത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു. അതായത് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെ അവരുടെ ജീവിതത്തിലെ ജയമാണ്. ഇതുകൊണ്ട് കർത്താവ് യേശു പറഞ്ഞേ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇന്ന് സത്യം ഇന്ന് അറിയുന്നില്ല. ഇന്ന് നല്ലൊരു പങ്ക് വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ വിഗ്രഹാർപ്പിതം എന്ന് വെച്ചാണ് തിന്നുന്നത്. വിശുദ്ധ പൗലോസ് ക്രിസ്ത്യാനികൾ നോക്കി പറയുന്ന ഒരു കാര്യം, നിങ്ങളിൽ നല്ലൊരു പങ്ക് വിഗ്രഹാർപ്പിതം എന്ന് വെച്ചാൽ തിന്നുന്നത്. കേട്ടിട്ടുണ്ടോ? അതായത് യേശുവിന്റെ സന്ദേശമൊന്നുമില്ല. ഇത്രയും നാളും വേറെ ഏതെങ്കിലും ദേവനെയോ ദേവിയെയോ ദൈവങ്ങളെയോ സ്തുതിച്ച് ഉദ്ദിഷ്ട കാര്യം നടത്തി. ഇപ്പൊ ആരോ ഒരു യേശുവിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ ഇതിനേക്കാളും വലിയ ദൈവം വന്നെന്നും പറഞ്ഞ് ആ യേശുവിന്റെ അടുക്കൽ പോയി ഇതേ കാട്ടായി അവിടെ കാണിക്കുക. ഇത്രയും നാളും ആ ദൈവങ്ങളെയൊക്കെ സ്തുതിച്ചിട്ട് എന്റെ വയറ്റിപ്പഴപ്പിന് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു എന്നുള്ള ചിന്തയിൽ വന്നു. ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് യേശുവിനെ ആരാധിച്ചാൽ ഇതെല്ലാം കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് അതേ മെത്തേഡ് തന്നെ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇന്ന് വരെയും വിഗ്രഹങ്ങൾക്ക് എന്നവണ്ണമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കണേ. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പസ്കോറിന് 8-ാം അധ്യായം 7-ാം വാക്യത്തില് അവിടെ പറയുന്ന രംഗം നമ്മളുടെ മെസ്സേജിലേക്ക് നമ്മൾ വന്നില്ല. അപ്പൊ വരുമ്പോ ഞാൻ ഈ വാക്യം വായിക്കാം. അവിടെ പറയാണ്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്ന് വരെ വിഗ്രഹപരിചയ ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അപ്പോ അവിടെ ചിലരെന്നാണ് പറയുന്നത്. ഞാൻ കാണുമ്പോൾ ഇപ്പോ ക്രിസ്ത്യാനികളിൽ ഓൾമോസ്റ്റ് എല്ലാം വളരെ കുറച്ചു പേർ ഒഴിച്ച് ഈ ഒരു പരിചയമാണ്. അതായത് വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ കിട്ടും, ഇവിടെ ക്രിസ്തുവെ ആരാധിച്ചാൽ കിട്ടും. അവിടെ എന്താ പറയാ, പൂമാല കൊടുക്കുന്നു, എണ്ണ കൊടുക്കുന്നു, കതിന കൊടുക്കുന്നു, ഉരുളുന്നു, അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ അതിന് പകരം ക്രിസ്തുവിന് സ്തുതി കൊടുക്കുന്നു. ഈ വിശുദ്ധ ബൈബിളൊന്നും അങ്ങനെ എന്റെ പൊന്നുമക്കളെ പറഞ്ഞിട്ടില്ല. നമ്മൾ വിഗ്രഹ പരിചയം, പണ്ടത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ക്രിസ്തുവിനെ കാണുന്നത്. അങ്ങനെ കാണരുത്. നമ്മുടെ വിവരമില്ലായ്മയാണ്. ഇതിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ദൈവദാസന്മാരാണ്. അവരോ നല്ലൊരു പങ്ക് ചെയ്യത്തില്ല. പകരം ഈ ജനത്തെ കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിച്ച് അവർ നിൽക്കുന്നത്. എന്റെ മക്കളെ, നമുക്കിവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. നമ്മൾ മരണത്തിന്റെ കീഴിലാണ്. അതിവേഗം നമ്മുടെ ഈ ശരീരത്തിൽ കൊണ്ടുപോകും പിശാച്. കാരണം ഇത് ദ്രവത്വത്തിന്റെ കീഴിലാണ്. മരണത്തിന്റെ അധികാരിയോ പിശാചിന്റെ കീഴിലാണ് കിടക്കണേ. അപ്പൊ ദൈവം നമുക്ക് ഒരുക്കി വെച്ച ഒരു പദ്ധതിയുണ്ട്, ഒരു ഭാവിയുണ്ട്. ആ ഭാവി തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലേക്ക് തിരിയണം. അല്ലാണ്ട് ഈ വർത്ത കാര്യങ്ങളിലേക്കല്ല തിരിയേണ്ടത്. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ശത്രുവായ പിശാചിനെ തിരിച്ചറിയണം. പിശാച് ദൈവത്തിന്റെ പദ്ധതി നമ്മൾ അറിയാതെയും സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ ചെയ്യുന്ന, നമ്മളെ ജയിപ്പിക്കുന്ന, തന്റെ കുടുംബമാക്കി മാറ്റുന്ന, തന്റെ മക്കളാക്കി മാറ്റുന്ന, തന്റെ അവകാശികളാക്കി മാറ്റുന്ന, തന്റെ രാജാക്കന്മാരാക്കി മാറ്റുന്ന തന്റെ പദ്ധതി അറിയിക്കാതെ നമ്മൾ ഇരിക്കുമ്പോൾ പിശാച് ജയിച്ചു. കാരണം പദ്ധതി അറിഞ്ഞാലല്ലേ നമ്മളതിൽ എൻറോൾ ചെയ്യുള്ളൂ. എൻറോൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ
ആ പടയിൽ തന്നെ കിടക്കും. ഞാൻ ഒരിക്കല് കൽക്കട്ടയുടെ ഭാഗത്ത് സുവിശേഷീകരണത്തിന് പോയത്. കൽക്കട്ടയുടെ ഭാഗം ഇതൊരു ഉൾഗ്രാമമാണ്. കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ മണിക്കൂറുകളോളം ജീപ്പിലോ കാറിലോ എന്തൊക്കെ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. അപ്പോ അവിടുത്തെ ദേവദാസന്മാര് ഉൾഗ്രാമമാണ്. അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കത്തില്ല. അപ്പൊ അന്വേഷിച്ചു ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പാടത്ത് പണിയാൻ ആളെ കിട്ടില്ല. പാടത്ത് പണിയാൻ ആളെ കിട്ടാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കത്തില്ല. ഇതേപോലെ തന്നെയാണ് പിശാചി നമ്മളെ. ദൈവത്തിന്റെ ചിന്ത എന്നാ നമ്മളെ പഠിപ്പിക്കത്തില്ല. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന നമ്മളെ പഠിപ്പിക്കത്തില്ല. ദൈവ ഇഷ്ടം എന്നാന്ന് പഠിപ്പിക്കത്തില്ല. കാരണം ദൈവ ഇഷ്ടം ചെയ്താലല്ലേ ഇവർ തന്റെ പിശാചിന്റെ ടെറിട്ടറിയിൽ നിന്ന് ദൈവത്തിന്റെ ടെറിട്ടറിയിലേക്ക് മാറിപ്പോളൂ. അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ കർത്താവേ കർത്താവേ സുവിശേഷവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ പിടിച്ചോളൂ, ഇവിടെ തന്നെ ചത്തു വീഴും. എന്നാ കർത്താവ് യേശു പറഞ്ഞേ, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞാലൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല. സുവിശേഷം അറിയിച്ച ഒരു ടീം വന്നിട്ട് പറയാം ഞങ്ങൾ ഞങ്ങളുടെ നാമത്തിൽ രോഗികളെ സൗഖ്യം ഭൂതങ്ങളെ പുറത്തേക്ക് പ്രവചിച്ചു, ഇതൊന്നും കൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല. കർത്താവ് പറയുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവചിക്കുകയുള്ളൂ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എങ്ങനെ നമ്മൾ അറിയിക്കാതിരുന്നാൽ മതിയല്ലോ. അപ്പൊ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾ അറിയത്തില്ല. നമ്മുടെ ബുദ്ധി മന്ദിച്ചു പോകും, നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ചതിക്കപ്പെടരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുകയാണ്. അപ്പോ വീണ്ടും ജനത്തെ അട്ടിമറിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കേട്ട സംഭവം വീണ്ടും ജനത ഇന്ന് യഥാർത്ഥ സഭകളിൽ സംഭവിക്കുന്നത് വളരെ വിരളമാണ്. പകരം സഭകളിൽ ആളക്കൂട്ടലാണ് നടക്കുന്നത്. വീണ്ടും ജനനം നടക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കണം, ഒറിജിനൽ ആയിരിക്കണം. ആരായി സ്വീകരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനായി നാം സ്വീകരിക്കണം. അങ്ങനെയുള്ളവരിലാണ് വീണ്ടും ജനനം നടക്കുന്നത്. അതിന്റെ തെളിവാണ്, ശ്രദ്ധിക്കുക, തെളിവില്ലാതെ ഒന്നും പറയില്ല. 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോ ദൈവത്തിൽ ജനിക്കാൻ എന്നാ വേണം? എന്റെ സഹോദരൻ ശ്രദ്ധിച്ചിരിക്കുക, വിശുദ്ധമായി യേശുവിനെ ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശുവിന്റെ നാമം എന്താ? യേശു ആരുടെ നാമത്തിലേ വന്നേ? തന്റെ പിതാവിന്റെ നാമത്തിൽ. അപ്പൊ പിതാവ് അയച്ചിട്ട് പിതാവിന്റെ നാമത്തിൽ വന്നതാണെന്നും ഈ വ്യക്തി ദൈവത്തിന്റെ പുത്രനാണെന്നും മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കണം. അല്ലാണ്ട് യേശു പിതാവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്താൽ എന്റെ പ്രിയ കുഞ്ഞെ നീ വീണ്ടും ജനിക്കത്തില്ല. യേശു അച്ഛന്റെ മോനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യനാണെന്ന് വിശ്വസിച്ചാലും നീ വീണ്ടും ജനിക്കത്തില്ല. അപ്പൊ വീണ്ടും ഞാൻ കറക്റ്റായി നടക്കണം. പക്ഷെ കഴിഞ്ഞ നാളുകളിൽ യഹൂദന്മാരെ, ഒരു കൂട്ടം വലിയ യഹൂദന്മാരെ പിശാചി പറ്റിച്ചു. യേശു അച്ഛന്റെ മോനായ മനുഷ്യരെന്നാക്കി വെച്ചു. ഒരു കൂട്ടം വലിയ കൂട്ടം ക്രിസ്ത്യാനികളെയും പിശാചി പറ്റിച്ചു. യേശു ക്രിസ്തു ഇതാ സ്വർഗസ്ഥ പിതാവാണെന്നും പറഞ്ഞ് അത്യുന്നതനായ ദൈവമാണെന്നും പറഞ്ഞ് പറ്റിച്ചു. ഇത് രണ്ടും അല്ല. യേശു ക്രിസ്തു ദൂതം വന്ന് വളരെ വ്യക്തതയോടെ പറഞ്ഞു, ഇവൻ അത്യുന്നതന്റെ മകൻ, പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് ഇതാ ജോസഫിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഇതാ സ്വർഗസ്ഥ പിതാവ് പറയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് കേൾക്കാത്തവര് ഇത് പോയി കേൾക്കണം, കഴിഞ്ഞ സന്ദേശങ്ങളിൽ പോയി കേൾക്കണം എന്നുള്ള കാര്യം ഗോസ്പൽ TV UP-യിലുണ്ട്, ആ യൂട്യൂബ് ചാനലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് SVJ മെസ്സേജസ്, ഷാജി വെമ്പനാട് ജോസഫ് മെസ്സേജസ് എന്നുള്ള യൂട്യൂബ് ചാനലിലും അതുണ്ട്. SVJ ഷാജി വെമ്പനാട് ജോസഫ് സ്പേസ് ഇട്ടിട്ട് മെസ്സേജസ്. അത് മാത്രമല്ല ആയിരക്കണക്കിന് ദൈവരാജ്യ സന്ദേശങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് സൗജന്യമായി കേൾക്കാൻ, ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കാം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇന്നത്തെ ടൈറ്റിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ ടൈറ്റിലിന് ഈ സന്ദേശം പറയുന്നത് വഴി ദൈവം ആഗ്രഹിക്കുന്നത് വീണ്ടും ജനിക്കാൻ കഴിയാത്തവരുടെ, ബൈബിളിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേര് കളകൾ എന്നാണ്. കളകളുടെ കൂട്ടുപിടിച്ച് രാജ്യത്തിന്റെ പുത്രന്മാരായ നിങ്ങൾ ഫലമില്ലാത്തവരായി മാറരുത് എന്ന സന്ദേശമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. അപ്പോ അതിനു വേണ്ടിയാണ് നമ്മൾ വീണ്ടും ജനിക്കാൻ കഴിയുന്നവരും വീണ്ടും ജനിക്കാൻ കഴിയാത്തവരും. അപ്പൊ കഴിയുന്നവരുമുണ്ട്, കഴിയാത്തവരുമുണ്ട്. ഈ കഴിയുന്നവരെ പറ്റിക്കുകയാണ് പിശാചി ചെയ്യുന്നത്. അവർ വീണ്ടും ജനിപ്പിക്കാതെ തെറ്റായ രീതിയിലേക്ക് വരിക. അവസാനം വരെ യേശു തള്ളുന്നു, ഞാൻ നിങ്ങൾ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് യേശുവിനെ അറിയാം. ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചു, അങ്ങേ ഉയർത്തി ഒക്കെ അറിയാം, അങ്ങയുടെ സുവിശേഷം അറിയിച്ചു. യേശു പറയുന്നു, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഒരു വീണ്ടും ജനിച്ചിട്ടില്ല. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അറിയുക എന്ന ഫേസ് ഉപയോഗിക്കുന്നത്, ആ ടേം ഉപയോഗിക്കുന്നത്
ഒരു ഭർത്താവ് ഭാര്യയെ അറിയുക എന്നതുപോലെയുള്ള ആ ഒരു ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഇതുമായുള്ള ബന്ധത്തിൽ, നമ്മുടെ ടൈറ്റിലുമായുള്ള ബന്ധത്തിൽ വീണ്ടും ജനിക്കാൻ കഴിയുന്നവരും കഴിയാത്തവരും എന്ന നിങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ ടൈറ്റിലില് നമുക്ക് ഒരു ഭാഗം വായിച്ച് അതിലേക്ക് തിരിയാം. ഒരുപക്ഷെ ഞാനിത് പറയുന്ന സമയത്ത് അത് അങ്ങനെയല്ലല്ലോ, എല്ലാവരും രക്ഷപ്പെടണമെന്നും എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും ആണല്ലോ ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കും, അല്ലെ? ചില വചനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും രക്ഷിക്കട്ടെ, എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം. ശരിയാണ്, എല്ലാവരും എത്തണം. ഏതെല്ലാവരും? ആദത്തിൽ ദൈവം നിയമിച്ച ദൈവപുത്രന്മാരായ എല്ലാവരും, അതിനുശേഷം വന്നവരല്ല. നിങ്ങൾ പുറമെ മനസ്സിലാവും. ഓക്കെ, ഇത് ചില വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെന്താ ഇങ്ങനെ? അത് മനസ്സിലാക്കാൻ നമുക്ക് പുറകെ കരുതിച്ചെറിയ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം എല്ലാവരും അതിന്റെ 44-ാം വാക്യം മുതൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. 44-ാം വാക്യം മുതൽ 48-ാം വാക്യം വരെയാണ് വായിക്കുന്നത്. അപ്പോ 48-ൽ ഇങ്ങനെ ഒരു വേടുണ്ട്: ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കേട്ടോ? അപ്പോ 44 മുതൽ 44 മുതൽ വായിക്കുക. പിറ്റേ ശബ്ബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കേട്ടോ? അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നമ്മള് ജനത്തെ രണ്ടാക്കി മുറിക്കുന്നുണ്ടോ? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അപ്പോ നമുക്ക് സാധാരണ അകത്തൊരു ക്വസ്റ്റ്യൻ വരും, അപ്പോ നിയമിക്കപ്പെട്ടവർക്കേ വിശ്വസിക്കാൻ കഴിയുള്ളൂ? അതെ, നിയമിക്കപ്പെട്ടവർക്കേ വിശ്വസിക്കാൻ കഴിയൂ, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. ഇതൊന്നും നോർമലി ചർച്ചകളിലൊന്നും പ്രസംഗിക്കാറില്ല. നിയമിക്കപ്പെട്ടവർക്കേ കഴിയൂ. നിയമിക്കപ്പെടാത്ത ഒരു വമ്പം കൂട്ടമുണ്ട്. അവർക്ക് കൂട്ടത്തിൽ ചേരാം വിശ്വസിച്ചെന്നും പറഞ്ഞ്, പക്ഷേ അകത്ത് വീണ്ടും ജനമൊന്നും നടക്കൂല. ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. ഈ ലോകത്തിൽ 2 ടൈപ്പ് സീഡുണ്ട്, 2 ടൈപ്പ് മനുഷ്യരുണ്ട്. എല്ലാവരും കാണുമ്പോൾ പുറമെ മനുഷ്യർ തന്നെയാണ്, പക്ഷെ അവരുടെ സ്പിരിറ്റിൽ മാറ്റം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ദൈവവചനം ഇതിൽ ഒരു കൂട്ടരെ രാജ്യത്തിന്റെ പുത്രന്മാരെന്നും മറുകൂട്ടരെ പിശാചിന്റെ പുത്രന്മാരെന്നുമാണ് വിളിക്കുന്നത്. ഇതിൽ രാജ്യത്തിന്റെ പുത്രന്മാർക്ക് മാത്രമേ വീണ്ടും ജനിക്കാൻ കഴിയത്തുള്ളൂ. പിശാചിന്റെ പുത്രന്മാർക്ക് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. ബൈബിൾ അവരെ ഉപമിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പുത്രന്മാരെ നല്ല വിത്തുകളായ ഗോതമ്പും പിശാചിന്റെ പുത്രന്മാരെ കളകളുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പുത്രന്മാർക്കാണ് ടെസ്റ്റ്, പിശാചിന്റെ പുത്രന്മാർക്കല്ല ടെസ്റ്റ്. രാജ്യത്തിന്റെ പുത്രന്മാരെയാണ് ദൈവത്തോട് അനുസരണം കാണിക്കുവോ ഇല്ലയോ എന്ന് ദൈവം പരിശോധിക്കുന്നത്. പിശാചിന്റെ പുത്രന്മാരെ തൽക്കാലത്തേക്ക് അനുവദിച്ചിട്ടേ ഉള്ളൂ. അവരിലല്ല ദൈവത്തിന്റെ പദവി. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് കോപപാത്രങ്ങൾ എന്നാണ്.
എന്നാൽ രാജ്യത്തിന്റെ പുത്രന്മാരെ കുറിച്ച് പറയുന്ന കരുണാപാത്രങ്ങളെന്ന്. കോപപാത്രങ്ങളെ ദൈവം സഹിക്കുകയാണ്. കരുണാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, അതോ കരുണാപാത്രങ്ങൾ ഈ കോപപാത്രങ്ങളോട് ചേർന്ന് ദൈവത്തിന് എതിർ നിൽക്കുകയാണോ എന്ന് ദൈവം പരിശോധിക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ പുത്രന്മാർ കളകളോട് ചേർന്ന് പിശാചിന്റെ മക്കളോട് ചേർന്ന് ഫലമില്ലാതെയായി തീർന്നാൽ അവരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. ആർക്ക്? രാജ്യത്തിന്റെ പുത്രന്മാർക്ക്. എന്നാൽ ഈ രാജ്യത്തിന്റെ പുത്രന്മാരെ നിയമിച്ചത് അതിനുവേണ്ടിയല്ല. രാജ്യത്തിന്റെ പുത്രന്മാരെ നിയമിച്ചത് ദൈവത്തോടുകൂടെ നിത്യം ജീവിക്കാനാണ്. പക്ഷെ അവർ അത് തള്ളിയിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് ഞങ്ങൾ പോകൂ എന്ന രീതിയിൽ ഫലമില്ലാതെ ജീവിച്ചാൽ അവരെ തള്ളിക്കളയുവാനായിട്ട് ഇടയാകും. ഒരു രത്ന ചുരുക്കം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജയിക്കുന്നവന് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ ഈ വെളിച്ചം ജനത്തിന് കിട്ടാതെ ജനത്തെ അടച്ചുപൂട്ടി ഒരു മതത്തിന്റെ ചങ്ങലയിൽ പൂട്ടിയിടുകയാണ് പിശാചിന്റെ പദ്ധതി. ആരെ? ഭക്തന്മാരെ. അല്ലാത്തവരെ അങ്ങനെയൊന്നുമില്ല. അടിപൊളി, ഇന്ന് പാടുക, ആടുക, സന്തോഷിക്കുക, നാളെ ചാവുമല്ലോ എന്ന് പറഞ്ഞു പോകുന്ന ലോകം ഒരു ഭാഗത്ത്. മറ്റത് ഭക്തന്മാരാണ്. ഭക്തന്മാരെ പറ്റിക്കാനാണ് പിശാച് ഈ മതവും ഭക്തിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ഫോൾസ് റിലീജിയൻ. കർത്താവ് വെച്ചതല്ല, അത് നമ്മളുടെ എരിവ് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോരോ രീതികൾ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കേട്ടു പൗലോസിനെയും ബർണബാസിനെയും ശുശ്രൂഷയ്ക്ക് തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോസ്തലപ്രവൃത്തി 13. അവരെ യാത്ര ചെയ്യുമ്പോൾ അന്ത്യോക്യയിൽ ചെന്ന് സുവിശേഷം അറിയിക്കുകയാണ്, ദൈവവചനം അറിയിക്കുകയാണ്. അപ്പോ ദൈവവചനം അറിയിക്കുമ്പോൾ അവരെഴുതിയിരിക്കുന്നത് പിറ്റേ ശബ്ദത്തിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾക്കാൻ വന്നു. പക്ഷെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സഭ യഹൂദന്മാരോ പുരുഷാർത്ഥ കണ്ട അസൂയ നിറഞ്ഞവരായി. ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്ന എതിർ പറഞ്ഞുകൊണ്ടിരുന്നു. അസൂയ നിറഞ്ഞിട്ട് എതിർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് എന്റെ അവസ്ഥയാ. ഈ പറഞ്ഞ സത്യം കേട്ടാൽ ഉടനെ സഭ എതിര് പറയും. കാരണം അവർ സഭയെ പിശാച് കൊണ്ടുപോയി വേറെ അടുത്തേക്ക്. അതുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഷാജി ജോസഫിന്റെ ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാൻ പേടിയാ. കാരണം ഷെയർ ചെയ്താൽ ഉടനെ ഇതേപോലെ പ്രശ്നം ഉണ്ടാകും. ഉടനെ പ്രശ്നമാണ്. കാരണം പിശാചി സഭയെ കൊണ്ട് പോയി കളഞ്ഞു. കാരണം ദൈവ ഇഷ്ടം എന്നുള്ള പരിപാടിയില്ല. എല്ലാവരും ക്രിസ്തുവിന്റെ പേരും പറഞ്ഞാൽ ആരാധനാ സ്തുതി, ഇത്രേ ഉള്ളൂ. കർത്താവ് യേശു പറയും, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നോ ഇരുത്തിയോണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറത്തില്ല. സുവിശേഷം അറിയിച്ചു പറയും, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറത്തില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം തന്നെ ചെയ്യണം, എങ്കിലേ സ്വർഗ്ഗത്തിൽ കയറത്തുള്ളൂ. പക്ഷെ പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ച് മിണ്ടുന്ന ഒരു ചാനലിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യമല്ലേ? കർത്താവ് വെച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ സ്വർഗ്ഗത്തിൽ കയറുമെന്ന്. എന്നാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു TV ചാനലിനെ ഞാൻ കാണുന്നില്ല. ഈ ഓൺലൈനിൽ പോകുന്ന ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ വാട്സപ്പോ ഒരെണ്ണത്തിന് പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ച് പറയുന്നില്ല. പിതാവ് എന്ന് പറഞ്ഞ ക്ലീൻ ബോൾഡ് ഔട്ട്. ഞാൻ പിശാചിന്റെ ബുദ്ധിക്കായിട്ട് എന്താ പറയുക, അവനെ അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷെ ദൈവമക്കളെ നിനക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചേ, ഇത് താഴേക്ക് വരുമ്പോ ഈ പൗലോസിന്റെ സന്ദേശം കേൾക്കാതിരിക്കാൻ വേണ്ടി യഹൂദന്മാർ എതിർത്തു പറയുകയാണ്. അസൂയ നിമിത്തമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ പൗലോസും ബർണബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് സുവിശേഷം ആദ്യം യഹൂദനും. അതാണ് എന്റെ രീതി. ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ശ്രദ്ധിച്ചാട്ടെ, സുവിശേഷം ആദ്യ യഹൂദനും പിന്നെ യവനനും. ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. തുടർന്ന് ഇവിടെ പറയാണ്, അതിന് 40-ാം വാക്യം, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടത് എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടത് എല്ലാവരും വിശ്വസിച്ചു.
അപ്പൊ പ്രിയ മകളെ, നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും. നിങ്ങൾ ഈ ശബ്ദ കാഴ്ച പ്രതിയിൽ കേൾക്കാൻ വന്നിട്ടുള്ളവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ നോക്കിയാൽ നിങ്ങളോട് കൂടി സ്കൂളിൽ പഠിച്ച എത്ര പേരുണ്ട്, ജോലി ചെയ്ത് എത്ര പേരുണ്ട്, അവർക്കൊന്നും ഈ പദവി കിട്ടിയിട്ടില്ലത് കേൾക്കാൻ. പക്ഷെ കേൾക്കുവാൻ അവസരം കിട്ടിയ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവത്താൽ അനുഗ്രഹീതരാണ്. കാരണം എല്ലാവർക്കും ഇത് കിട്ടുന്നില്ല. സാക്ഷാൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? യേശു കർത്താവ് തരം തിരിക്കുക, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്ക വരാൻ പറ്റത്തില്ല. അപ്പൊ യേശു കർത്താവ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടോ? ഗ്രൂപ്പിനെ രണ്ടാക്കുകയാണ്. പിതാവ് ആകർഷിക്കുന്നവരുണ്ട്, പിതാവ് ആകർഷിക്കാത്തവരുണ്ട്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്ക വരാൻ പറ്റത്തില്ല. പണ്ടത്തെ കാലത്തൊക്കെ, ഇപ്പോഴത്തെ കാലത്തൊക്കെ വേറെയാ. വീട്ടിലെ ആമ്പിള്ളേരെ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് ആ വീട്ടുകാർ ചിലപ്പോൾ അറിയണത്, അമ്മ എന്തുവാടാന്ന്, ഇത് ഞാൻ കല്യാണം കഴിച്ച പെണ്ണാ. എടാ ഞങ്ങൾ അറിയാതെയോ? ഇപ്പത്തെ കാലത്താണ്. പണ്ടത്തെ കാലം അങ്ങനെയല്ല. അപ്പന്മാര് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിലേക്ക് മോന് വേണ്ടി ആലോചന കൊണ്ടുവരിക. ഇതേപോലെ എന്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ, എന്റെ മണവാട്ടിയായി എന്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്ക് വരാൻ പറ്റത്തില്ല. യേശുക്രിസ്തു പറയുന്ന രംഗമാ. അപ്പൊ യേശുവിന്റെ മണവാട്ടി വരികയാണ്. അത് പിതാവാണ് തീരുമാനിക്കണം ആരൊക്കെ വേണം ആരൊക്കെ വേണ്ടാന്ന്. അത് യേശുവല്ല തീരുമാനിക്കണേ, അത് പിതാവിന്റെ ഇഷ്ടം. അങ്ങനെ ആകർഷിക്കപ്പെട്ട കൂട്ടമുണ്ട്. അവർക്ക് മാത്രമേ വീണ്ടും ജനിക്കാൻ പറ്റുള്ളൂ. അവര് പിതാവ് കൊണ്ടുവരുമ്പോ പിതാവ് അവര് ഉപദേശിച്ചാ കൊണ്ടിരുന്നത്. അവര് പോലും അറിയുന്നില്ല പിതാവ് ഞങ്ങൾ ഉപദേശിച്ചെന്നുള്ള വിവരം. അത് അവരുടെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന പ്രക്രിയ. ഉള്ളവർക്ക് മാത്രമേ യേശുവിനടുക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യേശു വചനം കൊടുക്കത്തുള്ളൂ. വചനം യേശു എല്ലാവരോടും പറയും. പക്ഷേ യേശു പറയുന്ന വചനം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഗ്രൂപ്പ് രണ്ടാ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-45 വാക്യങ്ങൾ ശബ്ദമെത്തി വായിച്ചാണ് സിസ്റ്റർ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. അതെ, ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. യേശുവിന്റെ അടുക്കൽ വരണമെങ്കിൽ പിതാവ് ആകർഷിച്ചാൽ മാത്രമേ യേശുവിനടുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. പിതാവ് ആകർഷിക്കുന്നവനെ ഒരു ഗുണമുണ്ട്. പിതാവ് ആകർഷിക്കുന്നവനെ അവൻ പോലും അറിയാതെ പിതാവ് പഠിപ്പിക്കുകയും ചെയ്യും. പിതാവ് പഠിപ്പിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്, എന്റെ പിതാവിനോട് കേട്ട് പഠിച്ചവനല്ല എന്റെ അടുക്ക് വരും. പിതാവ് ആകർഷിക്കണം. പിതാവിനോട് അവർ കേട്ടു പഠിച്ചിട്ടുണ്ടാകും. അവരാണ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. അവരോട് യേശു സംസാരിക്കുമ്പോൾ അവർ വിശ്വസിക്കും. അവർക്ക് വീണ്ടും ജനം വിശ്വാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. കാരണം അവർക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ, അല്ലാത്തവർ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേര് യൂട്യൂബ് ചാനലിൽ ചുമ്മാ കയറിയിട്ട് ഇങ്ങനെ കയറും ഡിസ്കണക്ട് ചെയ്യും. കാരണം അവർ ആകർഷിക്കപ്പെട്ടിട്ടില്ല. അവര് പിതാവിനോട് കേട്ട് പഠിച്ചിട്ടില്ല. അപ്പോ യേശു ക്രിസ്തുവിന്റെ ഭാഷ പറഞ്ഞാൽ അവര് പിശാചിനോടെ കേട്ട് പഠിച്ചേക്കണേ. നമ്മൾ അങ്ങോട്ടേക്ക് വരും. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും പ്രിയ മക്കളെ, നിങ്ങൾ ഇന്ന് കേട്ട് വിശ്വസിച്ച് വീണ്ടും ജനിച്ചതുപോലെ വീണ്ടും ജനിക്കാൻ പറ്റില്ല. നിങ്ങൾ നോർമലി സാധാരണ സ്ഥലങ്ങളിൽ കേൾക്കുന്ന വാക്കുകളല്ല ഇത്. ഞാൻ പറയുന്ന യേശുവിന്റെ വാക്കുകളാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും വീണ്ടും ജനിക്കാൻ പറ്റില്ല. ഇതാ യേശു പറഞ്ഞേ, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്ക് എന്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. പിതാവ് ആകർഷിച്ചതിന്റെ പ്രത്യേകത, അവൻ പിതാവിനോട് കേട്ട് പഠിച്ചവനായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ പിതാവോട് കേട്ട് പഠിക്കുക? നിങ്ങൾക്ക് തെളിവ് തരട്ടെ. പിതാവ് നമ്മളെ പഠിപ്പിച്ചാൽ നമ്മൾ പോലും അറിയത്തില്ല. പകരം യേശു പറയുമ്പോ അയ്യോ ഇത് എന്റെ അകത്തുനിന്ന് വരുന്നതാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ കേറി ഇങ്ങ് പിടിച്ചു. നമ്മുടെ ഹൃദയം അതിനെ കേറി പിടിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ, എല്ലാ സ്പേമുകളും, അതായത് ഓരോ ഫോം ഓഫ് ലൈഫ് ഉണ്ട് അല്ലെ. അമീബ മുതല്
അങ്ങ് ഓരോ ജീവികൾ ഓരോ ഫോം ഓഫ് ലൈഫാണ്. മനുഷ്യനൊരു ഫോം ഓഫ് ലൈഫാണ്. ദൈവം എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് ലൈഫാണ്, അപ്പൊ തന്നെ ഫോം ഓഫ് ലൈഫുമാണ്. ഇനി നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു ഫോം ഓഫ് ലൈഫ്, ഒരു ഫാമിലിയിൽ ഒരു ഫോം ഓഫ് ലൈഫില് ആ ബീജം മാത്രമേ അതുമായുള്ള ബന്ധത്തിലെ ആ അണ്ടത്തിലേക്ക് അല്ലെങ്കിൽ എഗ്ഗിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നിങ്ങൾ ബയോളജി ടീച്ചർമാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാകും. തുഷാര സിസ്റ്റർ ഒരു ടീച്ചറാണല്ലോ, ചിലപ്പോൾ ഒരുപക്ഷെ അറിയാമായിരിക്കും. ശ്രദ്ധിക്കുക, ബീജം മാറിയാൽ കേറിക്കഴിഞ്ഞാൽ കേറൂല, ലോക്കാണ്, ലോക്ക്. നിങ്ങള് ഈ ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോൾ അതിൽ ലോക്ക് ആൻഡ് കീ സിസ്റ്റം ആണ് ദൈവം വെച്ചേക്കുന്നത്. ലോക്ക് ആൻഡ് കീ സിസ്റ്റം, അതായത് പുരുഷന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ബീജം, സ്ത്രീയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അണ്ടം ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അണ്ടത്തിന്റെ മോളില്, അതായത് എഗ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷില്, അല്ലെങ്കിൽ ഓം എന്ന് പറയും. ആ എഗ് സെൽ അല്ലെങ്കിൽ ഓം സെൽ, അതിന്റെ മോളിൽ ദൈവം ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്. ആ ലോക്ക് ഒരു പ്രത്യേക പ്രോട്ടീൻ കൊണ്ടൊരു ലോക്കാ. അത് അഴിക്കാനുള്ള താക്കോല് ഈ ലോകത്തില് മനുഷ്യരെന്ന സ്പീഷീസിൽ മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. വേറെ ഒറ്റ സ്പീഷീസ് കൊടുത്തിട്ടില്ല. മനുഷ്യൻ എന്ന സ്പീഷീസിൽ മാത്രം. ആ ഒരു പുരുഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഏകദേശം 300 മില്യൺ സ്പേം. ഇത് ഈ ലോക്ക് അഴിക്കാൻ വേണ്ടി ഇവര് യാത്രയാകുകയാണ്. യാത്രയാകണതിന്റെ ഇടയ്ക്ക് കുറെ മരിച്ചു പോകും. അങ്ങനെ മരിച്ചു അവസാനം ഫ്യൂ ഡസൻസ് ആണ് സർവൈവ് ചെയ്യുന്നത്. ഈ സർവൈവ് ചെയ്യുന്ന ഒരെണ്ണം, ആദ്യം എത്തുന്ന ഒരെണ്ണം, അവനാണ് ചാമ്പ്യൻ. നമ്മളെല്ലാം ചാമ്പ്യന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ഏകദേശം 30 ലക്ഷം അല്ലെങ്കിൽ 300 മില്യൺ സ്പേമുകൾ യാത്ര ചെയ്തതിൽ നമ്മളെല്ലാം 1-ാം സ്ഥാനക്കാരാണ്. അങ്ങനെ 1-ാം സ്ഥാനക്കാരായ നമ്മൾ ആ സ്പേം ഈ അണ്ടത്തെ തൊട്ടപ്പോ കീ താക്കോലായി. ഉടനെ അണ്ടം അൺലോക്കായി, എഗ് അൺലോക്കായി. അങ്ങനെ ഈ ജീവൻ, ഈ സ്പേമിലാണ് ജീവൻ, ഓവം ബോഡിയാണ്. ഇതിന്റെ അകത്തേക്ക് അങ്ങ് കേറിയിട്ടുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലെ ജീവൻ അങ്ങ് പടരുകയായി. 23+23 ക്രോമോസോം, എഗ്ഗിലുള്ള 23 ക്രോമോസോം, ഈ സ്പേം അല്ല എങ്കിൽ ബീജത്തിലുള്ള 23 ക്രോമോസോം കൂടി ചേർന്ന് അവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്യുകയാണ്, ഫസ്റ്റ് സെല്ല്. പിന്നെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നാണ് അത് എംബ്രിയോ, ഭ്രൂണമായി മാറുന്നത്. തുടർന്ന് തല രൂപപ്പെടുന്നു, ഹാർട്ട് രൂപപ്പെടുന്നു, കണ്ണുകൾ രൂപപ്പെടുന്നു, അവയവങ്ങൾ രൂപപ്പെടുന്നു. ഏകദേശം 9 മാസം 9 ദിവസം കഴിയുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തി ഗർഭധാനത്തിലൂടെ കുഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെടുന്നു. ജയിക്കുന്നവനത് അവകാശമാകും, ജയിക്കണം. ഓക്കെ, അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ പറയുന്നതിന്റെ സാരം ഇതെന്ന് പറയുന്നത്, ഈ ഹ്യൂമൻ സ്പേമിന് പകരം വേറെ ഏതെങ്കിലും സ്പേം, ഏത് മൃഗത്തിന്റെ സ്പേമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പേമോ പോയാൽ അതിന് ഈ എഗ്ഗിനെ അല്ലെങ്കിൽ ഈ അണ്ടത്തെ അൺലോക്ക് ചെയ്യാനുള്ള കീ അതിന്റെ കയ്യിലില്ല. ഇവിടുന്ന് കിട്ടിയ ഇതേപോലെ തന്നെയാണ് സ്പിരിച്വൽ ഫെർട്ടിലൈസേഷൻ. പിതാവിനാൽ ഉപദേശിക്കപ്പെട്ട, പിതാവിനാൽ ആകർഷിക്കപ്പെട്ട യേശുവിന്റെ അടുക്കലേക്ക് എത്തുന്നു. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ പഠിച്ച, 10ാം ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിച്ച 50 പേരാണെന്ന് വിചാരിച്ചു. ആ 50 പേരിൽ എത്ര പേർക്ക് വേണ്ടിയിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വളരെ കുറച്ച്. പക്ഷെ സുവിശേഷം എല്ലായിടത്തും ഇല്ലേ? നിങ്ങൾ മാത്രമേ വന്നേ. നിങ്ങൾ പിതാവിന് ഉപദേശിക്കപ്പെട്ടവരാ, പിതാവിന് ആകർഷിക്കപ്പെട്ടവരാ ആയിരിക്കണം. അങ്ങനെ ആകണേന്ന് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. ഇനി അത് വന്നു കഴിഞ്ഞാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ സന്ദേശം യേശുവിൽ നിന്ന് കേൾക്കുന്ന ഈ സന്ദേശം, ഇപ്പൊ ഞാനായിരിക്കും ഇവിടെ സന്ദേശം പറയുന്നത്, അല്ലെങ്കിൽ വേറെ ദേവദാസനായിരിക്കും സന്ദേശം പറയുന്നത്. അത് ആ ദേവദാസനിൽ അല്ല, സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ യേശുവിലുള്ള അവയവമായ നിങ്ങളിലൂടെ സംസാരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് വരുമ്പോ പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കും. ആ ഹൃദയം തുറന്ന് ഈ വചനം അകത്ത് കയറും. വചനം അകത്ത് കയറിയാൽ ആ ബീജം ഓവത്തിന്റെ അകത്ത് കയറിയത് പോലെയാണ് അത് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങുക. ഇങ്ങനെ പ്രവർത്തനം തുടങ്ങുന്നൊരു സംഭവം പറയട്ടെ.
പ്രവർത്തനം തുടങ്ങുന്ന ഒരു സംഭവം, പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഉപദേശിക്കപ്പെടുന്ന ഒരു സംഭവം ഞങ്ങളോട് പറയാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കുക, യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നതല്ലേ വീണ്ടും ജനിക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കുക, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരോട്, ഞാൻ ആരെന്നാണ് ലോകം പറയുന്നത്? ഉടനെ പറഞ്ഞു, നീ ഏലിയാവാണ്, സ്നാപയോഹന്നാനാണ്, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ ഒരുത്തൻ ചാടി കയറി പറയാണ് വീണ്ടും ജനനത്തിന്റെ വാക്ക്. യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവനാണ് ദൈവത്തിൽ ജനിക്കുന്നത്. കേട്ടിട്ടില്ല നിങ്ങൾ ഇതിനു പറഞ്ഞത്? വീണ്ടും ജനനത്തിന്റെ വാക്ക് പുള്ളി പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ്, ക്രിസ്തുവാണ്. ഇവർക്കേ വീണ്ടും ജനിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചേ, ഉടനെ യേശു ക്രിസ്തു അല്ലല്ല, ഞാനാണ് ജീവനുള്ള ദൈവം എന്നല്ല പറഞ്ഞേ, ഞാൻ തച്ചന്റെ മകനായ മനുഷ്യനാണെന്നല്ല പറഞ്ഞേ, നീ പറഞ്ഞതാണ് സത്യം. ഇത് നിനക്ക് പറഞ്ഞു തന്ന വേറെ ആരുമല്ല, എന്റെ അപ്പനാണ്. എന്റെ പിതാവിനാൽ നീ ആകർഷിക്കപ്പെട്ടിരിക്കുക. എന്റെ പിതാവിൽ നിന്നാണ് നീ ഇത് മൊത്തം അറിഞ്ഞത്. എന്റെ പിതാവിൽ നിന്നാണ് നീ അറിഞ്ഞത്. അപ്പോ യഥാർത്ഥത്തിൽ പത്രോസ് പോലും അറിഞ്ഞില്ല. പത്രോസ് അറിയാതെ പത്രോസിനെ പഠിപ്പിച്ച ഒരു പിതാവുള്ള കാര്യം പത്രോസ് അറിഞ്ഞില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വന്നേ. പത്രോസ് പോലും അറിയാതെ പത്രോസിനെ പഠിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പോ ആരാണ് പത്രോസിന് ഇത് പഠിപ്പിച്ചത്? കർണേലിയസിന്റെ ബൈബിൾ ക്ലാസ് ആണോ അതോ വേറെ ഏതെങ്കിലും ശാസ്ത്രിയുടെ ബൈബിൾ ക്ലാസ് ആണോ? മനസ്സിലാക്കുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ യേശു ക്രിസ്തു പറയാ, ഇത് നിന്നെ പഠിപ്പിച്ചത് ഭൂമിയിലെ ആരുമല്ല, ജഡരക്തങ്ങളല്ല, ഇത് നിന്നെ പഠിപ്പിച്ചത് എന്റെ അപ്പനാ. അപ്പൊ പത്രോസ് പോലും അറിയാതെ പത്രോസിനെ പഠിപ്പിച്ച ഒരു ദൈവം. എന്റെ മക്കളെ, ഇതാണ് ആ അറ്റാച്ച്മെന്റ്. പത്രോസ് അകത്ത് പത്രോസ് പോലും അറിയാതെ പഠിച്ചിരിക്കുക. ഈ വ്യക്തി ആരാണ്? ഇത് ആരാ പത്രോസിനെ പഠിപ്പിച്ചേ? യേശു പറയുന്നു, എന്റെ അപ്പനാണ് നിന്നെ ഇത് പഠിപ്പിച്ചേ, എന്റെ അപ്പനാണ് നിന്നെ ഇത് പഠിപ്പിച്ചേ. അപ്പോ അത് റെഡിയായിരിക്കുക, അകത്ത് റെഡിയായിരിക്കുക. റിസീവ് ചെയ്യാൻ ഓവം റെഡിയായിരിക്കുന്നത് പോലെ, എഗ് റെഡിയായിരിക്കുന്നത് പോലെ, ആ സ്പേമിനെ റിസീവ് ചെയ്യാൻ റെഡിയായിരിക്കുന്നത് പോലെ പത്രോസിനെ റെഡിയായിരിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ കടന്നു വരുമ്പോൾ ഓൾറെഡി പിതാവ് ആകർഷിച്ച് ആരെ എത്തിയിട്ടുണ്ട്? ഇതാ പത്രോസ്, അതായത് മണവാട്ടി സഭയിലെ ആള് രംഗത്തുണ്ട്. ഉടനെ മണവാളനായ യേശു ക്രിസ്തു തന്റെ വചനം കൊടുക്കുമ്പോൾ, ഈ വചനം ആരുടെയാ? പിതാവ് ഏൽപ്പിച്ചതാ. ഈ വചനം കൊടുക്കുമ്പോൾ ഉടനെ പത്രോസിലെ ഉപബോധങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെയാണ് വീണ്ടും ജനനം നടക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് അനേകരും വീണ്ടും ജനിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഒരു ലയൺസ് ക്ലബിൽ ചേർന്നത് പോലെയോ, റിക്രിയേഷൻ ക്ലബിൽ ചേർന്നത് പോലെയോ, മതത്തിൽ ചേർന്നത് പോലെയോ മെമ്പർഷിപ്പ് എടുത്തിട്ടേ ഉള്ളൂ. വീണ്ടും ജനിച്ചാൽ അകത്ത് ജീവൻ ഉണ്ടാകും. ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷന്റെ ബീജം വന്ന അണ്ടത്തോട് ചേർന്നാൽ അകത്ത് ജീവൻ തുടങ്ങി. ഒരു 4-5 ആഴ്ച കഴിയുമ്പോൾ സ്ത്രീ അത് അറിയാൻ തുടങ്ങും. ഇത് അതായത് ഛർദിലും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ജീവൻ തുടങ്ങിയാൽ യേശു ക്രിസ്തു പറഞ്ഞു, നിനക്ക് അറിയാൻ പറ്റും. കാരണം നിന്റെ അകത്തുനിന്ന് ജീവൻ വെളിയിലേക്ക് ചാടും. കാരണം ഈ അകത്ത് ജനിച്ചത് എന്തുവാ? അകത്ത് ജനിച്ചത് മരണമില്ലാത്ത ജീവനാ. മരണമില്ലാത്ത ജീവൻ നിന്റെ അകത്തുള്ളത് കൊണ്ട് നീ സംസാരിക്കുമ്പോൾ ഈ ജീവൻ വെളിയിലേക്ക് വരും, നീ പ്രവർത്തിക്കുമ്പോൾ ഈ ജീവൻ വെളിയിലേക്ക് വരും. അതാണ് യോഹന്നാൻ 7 യേശു പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതാ നമുക്ക് ഒരു ഗർഭം ഉണ്ടോ ഇല്ലെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിന്റെ അടുത്തേക്ക് പോകും.
നമ്മളെ ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഇതാ സാക്ഷാല ചെക്കിംഗ് സെക്ഷന്റെ മുമ്പിലാ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് അകത്ത് ഈ സ്പിരിച്വൽ ഗർഭം ഉണ്ടോ, വീട്ടിൽ ജനിച്ചിട്ടുണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്താൽ മതി. സാക്ഷാൽ യേശു പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണല്ലോ വീണ്ടും ജനനം. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. കണ്ടോ, ഒരു വീണ്ടും ജനിച്ചവനെ അവനവൻ തന്നെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അകത്തുനിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. അല്ലാണ്ട് ഓർഗന്റെ ശബ്ദം കൂടി അതിന്റെ പിച്ചു കൂടിയപ്പോ ഞാൻ കുറെ ബഹളം ഉണ്ടാക്കി, ആരോഗ്യ അന്യഭാഷ എന്ന് പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ഞാനും കൂടെ അങ്ങ് പറഞ്ഞു. എന്റെ മക്കളെ, ഇതൊന്നും അല്ല. നാം നമ്മെ തന്നെ ചതിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, അന്യഭാഷ പറയുന്നതൊക്കെ നല്ലതാ. പക്ഷെ നാം നമ്മെ ചതിക്കാനായിട്ട് പോകരുത്. വായിച്ച നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നാം വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം വായിച്ച സിസ്റ്ററെ. 7:38 യേശുക്രിസ്തു പറയുന്നത് വിശ്വാസാല വീണ്ടും ജനനം കേട്ടോ, പ്രവൃത്തിയാലല്ല. മനുഷ്യജനനം പ്രവൃത്തിയാല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്, ഇത് അഭിഷേകത്തിന്റെ കാര്യമല്ല പറയണേ. അഭിഷേകം എല്ലാ ജഡത്തിനും കിട്ടും. ജഡത്തിന്റെ മുകളിലെ അഭിഷേകം. എന്നാൽ വീണ്ടും ജനനം വരുന്നത് ജഡത്തിന്റെ മുകളില, ഉള്ളിൽ നിന്നുള്ള ജീവജല നദിയാ. രണ്ടും രണ്ടാണ്. പഴയ നിയമത്തിലെ ആളുകളൊന്നും വീണ്ടും ജനിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് പലർക്കും അഭിഷേകം ഉണ്ടായിരുന്നു. ശിംശോന്റെ മുകളിൽ അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിന്റെ മുകളിൽ അഭിഷേകം ഉണ്ടായിരുന്നു. രാജാക്കന്മാരിൽ പലർക്കും അഭിഷേകം ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും വീണ്ടും ജനിച്ചിട്ടില്ല. മനസ്സിലായോ? അഭിഷേകം ജഡത്തിന്റെ മുകളിലാ, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 ദേവദാസന്മാർ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു എന്ന് പറഞ്ഞില്ലേ? അവർക്കൊക്കെ അഭിഷേകം ഉള്ളവരാ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അവസാനം എന്നാ പറഞ്ഞു? ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പോ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. അറിയുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ സ്ത്രീയെ അറിയുന്നത് പോലെയാ. അപ്പോ നമ്മുടെ അകത്തുനിന്നാണ് വീണ്ടും ജനിച്ചവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനദി ഒഴുകും. അവന്റെ അകത്തുനിന്ന് ആരംഭിക്കുകയാണ്. അവന്റെ ഉള്ളിൽ വേറൊരു ജീവൻ. ഇതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ, അവക്കുള്ളിൽ ഒരു ആൺകുട്ടി, ഒരു ജീവൻ. ഇതാണ് വീണ്ടും ജനിച്ചവന്റെ രൂപം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആ പുറത്തുള്ള സ്ത്രീ അവള് മരിച്ചു പോകും. എന്നാൽ അകത്തുള്ള ആ കുട്ടിയുണ്ടല്ലോ, കുട്ടി സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. മനസ്സിലാക്കുക, ഒരു മനുഷ്യന് പുറം മനുഷ്യനുണ്ട്, അകം മനുഷ്യനുണ്ട്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ 29, 30, 31 തീയതികളിൽ ഇതാ എറണാകുളം പ്രാർത്ഥനാലയത്തിൽ ഹയർ ലെവൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ദേവദാസന്മാരെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഉയർന്ന നിലയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കടന്നു വരാം. ഹല്ലേലൂയ. 3 ദിവസത്തേക്കേ ഉള്ളൂ മീറ്റിംഗ്, വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവുള്ളൂ. അതായത് ഹയർ ലെവൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ പലർക്കും ചിലർ എതിർക്കും, ഞങ്ങൾ എന്താ ലോവർ ലെവൽ കോൺഫറൻസ് ആണ് നടത്തുന്നത് ചോദിക്കും. ശ്രദ്ധിച്ചേട്ടെ, ജഡികമായ വാക്കുകളല്ല ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല, ലോവർ നിലത്തിലുള്ളതിലല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്, വീട്ടിലുള്ളത് ചിന്തിക്കാൻ. അപ്പൊ അങ്ങനെ ഒരവസരമാണത്, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. ഈ 2 ദിവസം കഴിയുമ്പോഴാണ്, ഇന്ന് 25-ാം തീയതി ആണല്ലോ അല്ലെ, 29, 30, 31 എറണാകുളം പ്രാർത്ഥനാലയം നടക്കുന്നുണ്ട്. പലരും വരുന്നുണ്ട്. നിങ്ങൾക്കും വരാം. സ്വാഗതം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വീണ്ടും ജനനം നടക്കണമെങ്കിൽ പിതാവ് ആകർഷിക്കണം, പിതാവ് ഉപദേശിക്കണം. അങ്ങനെ പിതാവ് ആകർഷിച്ച് ഉപദേശിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. ഇതാണ് യേശു പറയുന്നത്, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് വേറെ ആരുമല്ല, എന്റെ അപ്പനാണ്, ഭൂമിയിലെ ഒരു ബൈബിൾ ക്ലാസ്സും അല്ല. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ സ്വർഗസ്ഥ പിതാവിനാൽ നിശ്ചയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കുട്ടികൾ ജനിക്കുകയോ ഗുണമോ ദോഷമോ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ ഉള്ള നിർണയം വെളിപ്പെടണം. ഹല്ലേലൂയ. ഇതൊക്കെ റോമ 9-ലുള്ള കാര്യമാണ്. ഇതൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. അപ്പോ പ്രിയ സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ 2 ഗ്രൂപ്പുണ്ട് ഇവിടെ. ജനത്തിനോട് നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്, കളയോടുകൂടെ കൂടി, വീണ്ടുജനിക്കാൻ കഴിയാത്തവരോട് കൂടെ കൂടി, പിശാചിന്റെ മക്കളോട് കൂടെ കൂടി നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ ഫലം അബോട്ട് ചെയ്യരുത്, കുറയരുത് എന്നാണ് സന്ദേശം പറയുന്നത്. അപ്പോ ഇത് നമുക്ക് ചിന്തിക്കാം. ഇത് അന്ത്യോക്യയിൽ വെച്ച് സംഭവം നടന്നതാണല്ലോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തില് കർത്താവായ യേശു ക്രിസ്തു ഇതിനെ തെളിയിപ്പാനായിട്ട് വേറൊരു വേർഡ് നമ്മളോട് പറയുന്നുണ്ട്. അതായത് എല്ലാവരോടും സുവിശേഷം അറിയിക്കണം അല്ലെ. ദൈവരാജ്യ സുവിശേഷം മുത്തുകളാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വിലയേറിയ മുത്താണ് ദൈവരാജ്യം.
വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ് ദൈവരാജ്യം. ഒരു വ്യക്തി അന്വേഷിക്കുന്ന, ഒരു വ്യാപാരി അന്വേഷിക്കുന്ന വിലയേറിയ മുത്താണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ മുത്തുകള് നിങ്ങൾ എല്ലാവരോടും പ്രസംഗിക്കാൻ പറഞ്ഞപ്പോ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് പന്നികളുടെ മുമ്പിലിടരുത്. അതെന്താ കർത്താവ് എല്ലാവരോടും പറയണ്ടേ? വേണ്ട, പന്നികളുടെ മുമ്പിലിടണ്ട. എന്താ ഈ പന്നിയുടെ പ്രത്യേകത? പന്നി എത്ര കുളിപ്പിച്ചാലും, എന്ത് ചെയ്താലും, എത്ര നല്ല ആവരണം ഇട്ട് കൊടുത്താലും, എത്ര നല്ല പൗഡർ ഇട്ട് കൊടുത്താലും അതിനെ വിട്ടാൽ നേരെ പോയി ചെളിച്ചാണ്. കാരണം അതിന്റെ സ്വഭാവം മാറില്ല. അതിന്റെ സ്വഭാവം മാറില്ല. അതങ്ങനെ വായിച്ചാൽ സിസ്റ്ററെ മത്തായി 7-ാം അധ്യായം 6-ാം വാക്യം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇടുകയും വരുത്. അത് എന്ത് ചെയ്യും? ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വായിച്ചു. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തി കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടും. നിങ്ങൾ അവരോട് പറയുന്ന ദൈവവചനത്തിലൊന്നും അവർക്ക് യാതൊരു വിലയില്ല. അവരതിനെ ചവിട്ടും. മാത്രമല്ല നിങ്ങളെ ചീന്തി കളയാനായിട്ട് ഇടയാവും, കീറിക്കളയും. അപ്പൊ കർത്താവ് പറഞ്ഞ എല്ലാവരോടും സുവിശേഷം അറിയിക്കണം, പക്ഷെ പന്നികളോട് പറയണ്ട. മനസ്സിലാവുന്നുണ്ടോ? പന്നികളുടെ മുമ്പിൽ കൊണ്ട് ഇടരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഇതും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഇങ്ങനെയുള്ള സമൂഹത്തെ കാണുമ്പോൾ എന്നെ മനഃപൂർവ്വം അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അങ്ങ് ഒഴിവാക്കിക്കണേ. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ യുവമാരെ പിടിച്ച് കീറിക്കളയും. അപ്പോ എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ ഇവിടെ 2 ഗ്രൂപ്പ് വ്യക്തിത്വങ്ങളെ കാണും. ഇതുങ്ങൾക്ക് വിശ്വാസമാണ് വീണ്ടും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ഗ്രൂപ്പിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശുവിന് ഇത് ഫേസ് ചെയ്യുന്ന യേശു കണ്ടിട്ടുണ്ടോ? ഈ ഫേസ് ചെയ്യുന്നതാണ്. കാരണം യേശു ജനറലി നമ്മൾ എല്ലാവരോടും പറയുമ്പോൾ ഈ കൂട്ടർ ഇതിനെ കയറി എതിർക്കും. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഇത് ഇതാണെന്ന്. അപ്പൊ യേശു അവരോട് പറയുന്നുണ്ട്, യേശു അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ എന്റെ ആട്ടിക്കൂട്ടത്തിലുള്ളവരല്ല. മാത്രമല്ല, നിങ്ങള് അപ്പം വേറെയാന്നേ. പിശാച് എന്ന പിതാവിന്റെ മക്കളാണെന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാതെ എങ്ങനെ വീണ്ടും ജനം നടക്കുക? ഹല്ലേലൂയ. ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വചനം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാതെ വീണ്ടും ജനം നടക്കാൻ പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം വാക്യം. ഞാൻ ഈ പറയുന്നതൊക്കെ വചനപ്രകാരം കേട്ടോ. വചനം ഇല്ലാതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം കേട്ടോ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് കേൾക്കുന്നത്. വീട്ടിൽ ജനിക്കാൻ കഴിയുന്നവരും കഴിയാത്തവരും. 8:47 വായിച്ച്. 8:47 സിസ്റ്റർ. യോഹന്നാൻ 8:47. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. ക്ലിയറല്ലേ? എന്റെ വേടല്ല, യേശുവിന്റെ വേടാ. അപ്പൊ 2 ടൈപ്പ് ജനമുണ്ടെന്ന് മനസ്സിലായില്ലേ? ദൈവസന്തതിയായവന് മാത്രമേ ഈ വചനം പറയുമ്പോൾ ഇത് ലോക്ക് തുറന്ന് അകത്ത് കയറുള്ളൂ. അല്ലാത്തവൻ, അതായത് ഒരു മൃഗത്തിന്റെ ബീജം എടുത്ത് മനുഷ്യന്റെ അണ്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കേറില്ല, എടുക്കില്ല. കാരണം അത് സന്തതി വേറെ, അത് മൃഗമാ, ഇത് മനുഷ്യനാ. ഇതേപോലെ തന്നെ ദൈവസന്തതി ആയവന് മാത്രമേ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ പറ്റൂ. ദൈവസന്തതി അല്ലാതെ പിശാചിന്റെ സന്തതി ആയിരിക്കണേ ഈ വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് പിശാചിന്റെ വചനം കേട്ടാൽ അവർക്ക് എടുക്കാൻ പറ്റും. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. യേശു തന്നെയാ പറഞ്ഞത്, നിങ്ങളത് വചനം ഉൾക്കൊള്ളാത്തതിന്റെ കാരണം നിങ്ങൾ ദൈവസന്തതി അല്ല. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി എല്ലാവരും കൊണ്ട് കേൾക്കുന്നില്ല, അതിൻ്റെ അടുത്ത് ഏറ്റെടുക്കുന്നില്ല. ഇത് കേട്ടിട്ട് തിരിഞ്ഞ് യേശുവിനെ ആക്രമിക്കാൻ വരിക. മനസ്സിലായോ?
അപ്പൊ ഇങ്ങനെ കാണുന്നത് കാണുമ്പോ ഉടനെ മനസ്സിലാക്കി കാണും, വിശുദ്ധ ബൈബിളിലെ വചനം ഇതല്ലേ ബ്രദറെ, ഇതല്ലേ സിസ്റ്ററെ എന്ന് പറയുമ്പോ എന്ത് വചനം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കാനായിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇത് ഇനം വേറെയാ, അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചിന്തിക്കളെ എടുത്താൻ കിട്ടിയ അവരെ നന്നാക്കാൻ പറ്റില്ല, അവരങ്ങനെ തന്നെയായിരിക്കും. ഹല്ലേലൂയ. അപ്പോ ഇതിന്റെ 38 മുതൽ വായിക്കുമ്പോൾ ഒരു തർക്കം നടക്കുകയാണ്. അപ്പൊ യേശു വ്യക്തമായിട്ട് പറയാണ്, ഇവിടെ ദൈവസന്തതി അല്ലെന്നല്ലേ പറഞ്ഞോളൂ, മോളിൽ പറയാ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. വ്യക്തമായിട്ടാ പറയുന്നത്. കാരണം ഇവർക്ക് വചനം ഏറ്റെടുക്കാൻ പറ്റില്ല. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്, യാതൊരു മാറ്റമില്ല. 2 ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിനെ എടുക്കാൻ പറ്റൂ, ഒരു ഗ്രൂപ്പിന് എടുക്കാൻ പറ്റില്ല. അതെന്താണെന്ന് യേശു ഉപമയിലൂടെ തെളിയിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിനു മുമ്പ് ഇതിന് 38 മുതലൊക്കെ വായിച്ച സിസ്റ്ററെ. 2 പിതാക്കന്മാരെ കുറിച്ച് കാണാം. സാത്താൻ ഒരു അപ്പനാണ്, അവന് മക്കളുണ്ട്. ദൈവവും അപ്പനാണ്, ദൈവത്തിന് മക്കളുണ്ട്. യേശുവിന്റെ വാക്ക് ശ്രദ്ധിക്കുക, വായിക്കാം. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പോ സത്യം പറയുന്നത് കൊണ്ട് 38 മുതൽ വായിച്ച സിസ്റ്റർ. 38 മുതൽ. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്നുത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകരായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ല. അപ്പൊ ഇവർക്ക് ആരെ വിശ്വസിക്കാൻ പറ്റത്തില്ല? സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരെ വിശ്വസിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. വീണ്ടും ചെന്ന എന്തിലൂടെയാ മക്കളെ? വിശ്വാസത്തിലൂടെ അല്ലേ? അപ്പൊ യേശു സത്യത്തിന് സാക്ഷി നിൽക്കുമ്പോ എന്താണ് സത്യം? പിതാവിനോട് കേട്ടിട്ടുള്ളതാണ് സത്യം. അത് സാക്ഷി നിൽക്കുമ്പോ ഈ കൂട്ടർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്താലെ വീണ്ടും ജനനം. അതിന്റെ അർത്ഥം ഈ കൂട്ടർക്ക് വീണ്ടും ജനിക്കാനേ പറ്റില്ല. മനസ്സിലായോ? 2 ടൈപ്പ് മക്കളാ. ഒന്ന് ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം അറിയിക്കുന്നു, അതാണ് ദൈവപുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ മക്കളായി തീരാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ നിയമിച്ചിരിക്കണേ. ഹല്ലേലൂയ. അതാണ് യേശു 38 പറയുന്നത്, പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു. കണ്ടോ? 2 പിതാക്കന്മാരുണ്ട്, ദൈവം എന്ന പിതാവും പിശാച് എന്ന പിതാവും. അപ്പൊ ദൈവം എന്ന പിതാവിൽ നിന്ന് കേട്ടിട്ടും കണ്ടിട്ടുള്ളത് യേശു സംസാരിക്കുന്നു. പിശാച് എന്ന പിതാവിൽ നിന്ന് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും പിശാചിന്റെ മക്കൾ സംസാരിക്കുന്നു. പിശാചിന്റെ മക്കൾക്ക് ഒരിക്കലും വീണ്ടും ജനിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വിശ്വസിക്കണമെങ്കിൽ ഈ സെക്ട് അറേഞ്ച്മെന്റ് ഉള്ളിൽ വേണം. ദൈവത്താൽ ആകർഷിക്കപ്പെടണം, ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആ ബീജം വരുമ്പോ അണ്ടം അതിനെ റിസീവ് ചെയ്ത് അതിനെ ലോക്ക് ചെയ്ത് അതിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. ഈ കാര്യം എന്റെ മക്കളെ നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് യേശു വ്യക്തതയോടെ പറയുന്നത്. ഇതാ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. അവര് പറഞ്ഞു ദൈവം തന്നെയാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞപ്പോ യേശു അവരോട് പറയാണ്, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങളുടെ പിതാവ് ദൈവമല്ല. കണ്ടോ? എങ്കിൽ പറയല്ലേ, തോമാസ് ആണ് എന്റെ അപ്പൻ, തോമാസ് ആണ് നിന്റെ അപ്പൻ എങ്കിൽ എന്ന് പറയുന്നത് പോലെ. മനസ്സിലായ? അതായത് ദൈവമാണ് നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു,
ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, ദൈവം എന്നെ അയച്ചതാകുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോഴെങ്കിലും ദൈവമക്കളെ, എന്റെ പൊന്നുമക്കളെ എന്ന് ശ്രദ്ധിക്കുക, ദൈവം അയച്ച വ്യക്തിയാണ് ഈ വന്നേക്കണേ. മനസ്സിലായോ? ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി വന്നേക്കുക. ശ്രദ്ധിക്കുക, എന്റെ ഭാഷ നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? ശ്രദ്ധിക്കുക, എന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്റെ വചനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സില്ലെന്നേ. അതിനുള്ള മനസ്സ് നിങ്ങൾക്കില്ല. കാരണം താഴെ എഴുതിക്കും, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. ആദ്യത്തെ കൊലപാതകം നടന്നത് എവിടെന്ന് അറിയാലോ അല്ലേ? അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. ആദ്യത്തെ കൊലപാതകം നടന്നത് എവിടെയാ? പെട്ടെന്ന് പറ. അപ്പൊ ഉത്തരം ക്രിസ്മസ് തന്നെ, ഏദനിൽ. ഓക്കെ, ആദ്യത്തെ കൊലപാതകം നടന്നത് ഏദനില്ല. നുണ പറഞ്ഞിട്ടാണ് കൊലപാതകം നടത്തിയത്. നുണ പറഞ്ഞിട്ട് നന്മ തിന്മയെ കുറിച്ചുള്ള അറിവ് ലക്ഷത്തിന്റെ ഫലം നിന്നാൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ പിശാച് പറഞ്ഞു മരിക്കയില്ല. അതായിരുന്നു അവന്റെ കയ്യിലെ റിവോൾവർ. അത് കൊടുത്തു. ആദം ഹവ്വ അത് മേടിച്ചു, തലയ്ക്ക് വെച്ചിട്ട് ഒറ്റയടി ആദ്യത്തെ കൊലപാതകം നടന്നു. അപ്പോ ഇത് നാടകരൂപത്തിൽ പറഞ്ഞ ഇത് അകത്ത് കയറാൻ വേണ്ടിയാട്ടോ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. എന്നിട്ട് പറയാണ് അവൻ കൊലപാതകൻ, അവന് സത്യമില്ലായതുകൊണ്ട് അവന് എന്തില്ല? സത്യമില്ല. അപ്പൊ യേശുവിൽ എന്തേ ഉള്ളൂ? സത്യം മാത്രമേ ഉള്ളൂ. അവന് എന്തില്ല? സത്യമില്ല. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നത് അതിന്റെ അപ്പനും ആവുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് സത്യമാണ്. ഈ സത്യം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. എന്റെ പിതാവിനാൽ ആവശ്യിച്ചിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവ് എന്ന ആ പിശാചിന്റെ മക്കൾ. അത് പറഞ്ഞ അവന്റെ ബോഷ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ഏറ്റെടുക്കും. സത്യം പറഞ്ഞ് ഏറ്റെടുക്കത്തില്ല. യേശു പറഞ്ഞില്ലേ, ഞാനേ എന്റെ അപ്പന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കത്തില്ല. പക്ഷെ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ സ്വീകരിക്കും. ഞാൻ സോ ഡിനോമിനേഷനിൽ നിന്ന് വന്നിരിക്കുന്നു. ബ്രദറെ, മാലയെടുക്ക്, ചേരിട്ട് കൊടുക്ക. എന്നാൽ ദൈവനാമത്തിൽ വന്നവനോ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കിയാൽ അല്ലെ? എത്ര നാൾ പുറത്താക്കും? ഈ ശ്വാസം ഉള്ളപ്പോഴേ പുറത്താക്കുള്ളൂ. ശ്വാസം തീരുമ്പോഴോ യേശു നമ്മളെ പുറത്താക്കും. അങ്ങനെയുള്ളവരെ പുറത്താക്കും. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവർ വളരെ സത്യത്തോടു കൂടി ആയിരിക്കണം. സത്യത്തിന് സാക്ഷി നിൽക്കുക. എല്ലാവരും വരില്ല, ഒരു ചെറിയ കൂട്ടരേ വരത്തുള്ളൂ. അത് മതി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അത് വിശ്വസിക്കും, അല്ലാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സത്യത്തിന് സാക്ഷി നിൽക്കുക. അതിന് വിരോധമായി നിന്നിട്ട് ഈ മൂക്കിന് ശ്വാസം നിലനിൽക്കാത്ത മനുഷ്യരോട് നിന്നിട്ട് കാര്യമില്ല. അവരെയൊക്കെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അവരോട് സത്യം, കണ്ണടച്ചവരോട് സത്യം പറ, മുഖം നോക്കരുത്. കാരണം എങ്കിൽ ചിലരെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു ഇന്റേണൽ അട്രാക്ഷൻ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ, ആ ദൈവമാണ് വെക്കുന്നത്, എങ്കിൽ മാത്രമേ നമുക്കവിടെ എത്തിപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്, ഇതൊക്കെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളുടെ എന്തെങ്കിലും പ്രാർത്ഥനയുടെ എടുക്കോ നമ്മളുടെ കഴിവൊന്നുമല്ല. ഈ രക്ഷിക്കപ്പെടുക എന്നുള്ള നമ്മളുടെ ഒന്നുമില്ല. ഇത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ യാതൊരു പ്രവൃത്തിയും. ഇവിടെയാണ് നമ്മൾ കരുണാപാത്രത്തെയും കോപപാത്രത്തെയും പഠിക്കുന്നത്. കോപപാത്രമൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രൊജക്ടിന് വേണ്ടിയാണ്. പിശാചിനെ വേണമെങ്കിൽ ഒറ്റയടിക്ക് ദൈവത്തിന് കൊല്ലാം, ഇല്ലാതെയാക്കാം. ദൈവം എന്താ ചെയ്യാത്തെ? പലരും ചോദിക്കാറുണ്ട്, ഈ ദൈവം ഇത്ര വിലയുന്ന ഒറ്റയടിക്ക് അവനെ എടുത്തു കളഞ്ഞാൽ പോരെ? ദൈവം അനുവദിച്ചാൽ അവനോട് വെച്ചേക്കണേ. ദൈവം അനുവദിച്ചാൽ അവനോട് വെച്ചേക്കണം. അവന്റെ ശിക്ഷാവിധിയൊക്കെ ഓൾറെഡി കഴിഞ്ഞതാ, വിധി നടപ്പിലാക്കിയിട്ടുള്ളതേ ഉള്ളൂ. അവനെ തീപ്പൊതിയിലേക്ക് എടുത്തിടേണ്ടതാ, പക്ഷെ നടപ്പിലാക്കിയിട്ടില്ല. നമ്മൾ മക്കൾ അവനെ ജയിച്ച് ചെന്നാലേ അവന്റെ ശിക്ഷ നടപ്പിലാവും. പക്ഷെ ഇന്ന് അവൻ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുതെന്ന് പറഞ്ഞത്. സാത്താൻ നിങ്ങൾ അറിയാത്തവരല്ലോ. ദൈവത്തിന്റെ റോമ 16:20 പറയാ, സമാധാനത്തിന് നിയമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. ആർക്കതിന് സമയമല്ലേ? എല്ലാവരും ബിസിയാ. എല്ലാവരും ബിസിയാ, തിരക്കാ. ബിസി ഫോർ അൺനെസസറി അസൈൻമെന്റ്. ഹല്ലേലൂയ. ബിസി ഫോർ ദ അസൈൻമെന്റ് ദാറ്റ് ബിക്കംസ് സീറോ. ഹല്ലേലൂയ. എന്റെ പൊന്നു മക്കളെ, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് എന്ന് യേശു പറയണേ. അതുകൊണ്ട് അതിന്റെ പുറകെ ഒന്നും പോലെ. ഹല്ലേലൂയ. ബാലൻസ് ആയിരിക്കണം നമ്മുടെ ലൈഫ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതാ 1 Corinthians
എഫേസിലായിരുന്നു 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, ദൈവം നമ്മളെ ക്രിസ്തുവിലേക്ക്. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ദൈവത്തിന്റെ ദാനമാണ്. മനസ്സിലായ? നമ്മൾ ഒരു കാരണവുമല്ല. പിടുത്തം കിട്ടിയ എന്റെ കുഞ്ഞുമക്കളെ, നമ്മൾ ഒരു കാരണവുമല്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ ലോക ആരംഭത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തത് കൊണ്ട് അവരാണ് കരുണാപാത്രങ്ങൾ, അവരാണ് രാജ്യത്തിന്റെ പുത്രന്മാർ, അവരെയാണ് താൻ ഉപദേശിച്ച് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുമ്പോൾ ക്രിസ്തു തന്റെ അവയവമായ ഒരു സഹോദരനോ സഹോദരിയോ ദൈവദാസനോ മുഖാന്തരം ഇവരോട് സംസാരിക്കും. അപ്പോൾ ആ വചനം ഇവർക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ അവരുടെ യൂട്രസ് എന്ന ഗർഭപാത്രത്തിലല്ല, അവരുടെ ഹൃദയം എന്ന ഗർഭപാത്രത്തിൽ ഇതിന്റെ വളർച്ച ആരംഭിക്കും. ഇങ്ങോട്ട് അവിടെ ഒരു എംബ്രിയോ ആയിട്ട്, ഒരു ഭ്രൂണമായിട്ട് വളർച്ച ആരംഭിക്കും. അത് വളർച്ച പൂർത്തിയായാലാണ് ജയം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വെളിപ്പാട് 27 പറയുന്നത്, ജയിക്കുന്നവന് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. പക്ഷെ ജയിക്കുന്നവർക്ക് വളരെ കുറവാണ്. കാരണം ഇത് അറിയാതെ പോകുമ്പോൾ തന്നെ പിശാച് വഴിക്ക് വെച്ചതിനെ അടിപോട്ട് ചെയ്ത് അതിനെന്ത് ചെയ്യുക, അതിനെ കലക്കിക്കളയും, ചെറുപ്പത്തെ ഇല്ലാതെയായി കളയും, അബോട്ട് ചെയ്ത് കളയും. അപ്പോ നമ്മളിത് വ്യക്തതയോടെ ഈ സത്യം അറിയണം. ഈ വീണ്ടും ജനിക്കുവാനുള്ള കൃപ ദൈവത്തിന്റെ ദാനമാണ്. കൃപയാണല്ലോ വിശ്വാസം മൂലം. അതായത് കൃപ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അൺമെറിറ്റഡ്, മെറിറ്റ് ഇല്ലാത്തവന് കിട്ടുന്നതാണ്. അങ്ങനെയൊന്നും അല്ല, ഇത് മെറിറ്റ് ഉള്ളവന് തന്നെയാണ്. ദൈവം ലോകസ്ഥാപനത്തിൽ തെരഞ്ഞെടുത്തതുകൊണ്ട് കിട്ടിയതാണ്. ഹല്ലേലൂയ. അപ്പോ കൃപ എന്ന് പറയുന്നത്, കർത്താവ് യേശു പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: മനുഷ്യരുടെ അസാധ്യം ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. അപ്പോ അല്ലാണ്ട് അൺമെറിറ്റഡ് ഫേവർ അല്ല. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പേ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, 2 തിമോത്തി 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് നൽകിയതാണ്. അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നൽകിയിരിക്കുന്നതാണെന്ന് അതിന്റെ 9-ഉം 10-ഉം വായിക്കുമ്പോൾ അറിയാം. വായിച്ചാട്ടെ. 2 തിമോത്തി 1:9-10. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. വ്യക്തമായിട്ട് പറയണം, തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അത് എപ്പോഴാണ്? നമ്മളുടെ ഒരു പ്രവൃത്തി നിമിത്തമല്ല, നമ്മളുടെ ഒരു പ്രവൃത്തി നിമിത്തമല്ല. പിന്നെ എപ്പോഴാണ്? സകല കാലത്തിന് മുമ്പേ. അതായത് ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ, കാലം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയതാണ്. പിടുത്തം കിട്ടിയോ? അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക. നമുക്കിത് കിട്ടിയത് സകല കാലത്തിന് മുമ്പെയാണ്, ക്രിസ്തുയേശുവിലാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ നമ്മളുടെ ഒരു ഗുണവും കൊണ്ടല്ല, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. പിതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചതാണ്, ഉപദേശിച്ചു കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞപ്പോ ഇത് പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റിയത്. അല്ലാത്തവന് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അപ്പൻ മാറിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇതൊന്നും ഈ ബയോളജി മനസ്സിലാകത്തില്ലെങ്കിൽ നിങ്ങൾ ഈ മരം ഒട്ടിക്കാൻ പോയിട്ടുണ്ടോ? മരം ഒട്ടിക്കാനായിട്ട് മാവ് ഒട്ടിക്കുക, അല്ലെങ്കിൽ എനിക്ക് ചെറിയ ഹരമൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ടൈം ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ അതിനുള്ള സാധനങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറച്ചൊക്കെ ഒട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഒട്ടിച്ചു നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ പെട്ടതിൽ മാത്രമേ ഒട്ടിക്കാൻ പറ്റൂ. നമ്മളിപ്പോ കവുങ്ങി കൊണ്ടുപോയി മാവ് ഒട്ടിക്കാൻ പോയാൽ നടക്കൂല. മനസ്സിലാകുന്നുണ്ടോ? തെങ്ങി കൊണ്ടുപോയി മാവ് ഒട്ടിക്കാൻ പോയി നടക്കൂല. അതേ ഫാമിലിയിൽ തന്നെയാണെങ്കിൽ ഒട്ടിൽ നടക്കുള്ളൂ. ഇത് തന്നെ യേശു പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവരല്ല, എന്റെ അപ്പന്റെ മക്കളല്ല, നിങ്ങൾ പിശാചെന്ന അപ്പന്റെ മക്കളാണ്. ഞാൻ ദൈവം എന്ന അപ്പന്റെ മകനാണ്.
ഞാൻ ദൈവത്തിൽ കാണുന്നു പറയുന്നു, നിങ്ങൾ പിശാചിൽ കാണുന്നു പറയുന്നു. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കൂടെ നിങ്ങൾക്ക് ഇത് സന്ദേശം എന്ന് പറയുന്നത് ഇതാരും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ഇടതും വലതും ഒക്കെ നിൽക്കുന്നതിൽ പലതും കളകളായിരിക്കും. അവർക്കൊന്നും നിങ്ങളുടെ അകത്തൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. ഈ കയ്യിനെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തിയിൽ മുതലാണ് ഈ 2 സ്ട്രീം തുടങ്ങിയത്. കയ്യിനെ കുറിച്ച് പറയുന്ന ഒരു വിവരം എന്നാ തന്നെ, കയ്യിൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവനായി. കയ്യിനെ കുറിച്ച് പറയുന്ന രംഗത. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, പലരും ചിലര് ദൈവത്തിൽ നിന്നുള്ളവനായി, ചിലവര് പിശാചിൽ നിന്നുള്ളവരായി. ഇവിടെ യേശു പറയാണ് ഇവരോട്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തുടങ്ങിയത്, അപ്പൻ അവിടെയാണ്. അപ്പൊ 2 ടൈപ്പ് സ്പിരിച്വൽ സീഡ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയണം. അല്ല, യേശു കർത്താവെന്ന് വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനല്ലാതെ പറ്റത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു സഹോദരൻ പണ്ട് ഷാർജയിൽ ബൈബിൾ സ്കൂൾ നടക്കുന്ന സമയത്ത്, നമുക്ക് ഷാർജയിൽ ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു, ഷാർജ സെന്റ് മാർട്ടിൻ ചർച്ചിൽ. അപ്പോ അവിടെ പഠിപ്പിച്ച ക്ലാസ് നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ അന്ന് ഷാർജയിൽ വെച്ച് പഠിപ്പിച്ച ക്ലാസ് യേശു കർത്താവ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? അത് പാസ്റ്റർ പറഞ്ഞ ഞാൻ തപ്പി യൂട്യൂബ് മുഴുവൻ തപ്പിയിട്ടും കിട്ടിയില്ല. യൂട്യൂബിലുണ്ടത്, തപ്പാൻ കിട്ടിയ പാടായിരിക്കും. എന്താ പാസ്റ്റർ? അപ്പൊ ഞാൻ ഇതിന് മറുപടി പറഞ്ഞു കൊടുത്തു, എന്റെ പൊന്നു സഹോദര, യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ആ വാക്യം എഴുതിയേക്കണേ. അതായത് ഒരു ബസ്സിൽ കയറി അവിടെ എഴുതിയിരിക്കുന്നു ജീസസ് ഈസ് ലോർഡ്, അതിന്റെ ഫ്രണ്ടില് ക്രിസ്ത്യൻ ബസ് ആയിരിക്കണം കേട്ടോ. പിന്നെ വഴിപിടി ബസ്സിൽ പോകുമ്പോൾ സൈഡിലെ റോഡിലൊക്കെ ഒരു ക്രിസ്ത്യനെ കുടുംബമാണെങ്കിൽ, ഒരു സുവിശേഷ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ മതിൽ എഴുതാൻ കൊടുക്കും. അതിൽ ആദ്യം എഴുതുന്ന ഒരു കാര്യം ജീസസ് ഈസ് ലോർഡ്, യേശു കർത്താവാകുന്നത്. അപ്പൊ അതില് പോകുന്നവനൊക്കെ അത് വായിക്കും, യേശു കർത്താവാകുന്നു കേട്ടോ, യേശു കർത്താവാകുന്നു. ഇവരൊക്കെ പരിശുദ്ധാത്മാവിൽ എന്ന് പറയുന്നത്. എന്റെ പൊന്നു മക്കളെ, അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം. യേശു കർത്താവാണ്, അത് യേശു എന്റെ തലയാണെന്ന് നമ്മൾ വാഗൊണ്ട് പറയുന്നതല്ല, ഇങ്ങനെ വെറുതെ നമ്മുടെ ജീവിതം കൊണ്ട് പറയുകയാണ്, യേശു ആണ് എന്റെ തല, എന്റെ കർത്താവ്. അതിന്റെ അർത്ഥം യേശു ആ വ്യക്തിയിലൂടെ ജീവിക്കുന്നു എന്ന്. അത് പരിശുദ്ധാത്മാവിലല്ലാതെ കഴിയത്തില്ല എന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലാണ്ട് ചുമ്മാ യേശു കർത്താവാണെന്ന് വാഗൊണ്ട് ഇങ്ങനെ പറയുന്നതിനല്ല, തന്റെ ജീവിതം കൊണ്ടും വാഗൊണ്ടും പറയും യേശു ആണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ പിതാവാണ് തന്റെ തല എന്ന് ഇവിടെ വ്യക്തമാക്കി പറഞ്ഞു. എങ്ങനെയാണെന്നറിയാമോ? യേശു പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവ് പറയുന്നു, ഞാൻ പറയുന്നു. പിതാവ് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു. ഞാൻ ആ ബോഡിയാണ്. എന്റെ തല സ്വർഗസ്ഥ പിതാവാണ്. ഇതാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ തല ദൈവം, അതായത് ക്രിസ്തുവിന്റെ കർത്താവ് ദൈവം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന്. കേട്ടിട്ടില്ലേ? തലയായ ക്രിസ്തു തന്റെ തലയായ, അല്ലെന്നുണ്ടെങ്കിൽ തലയായ ദൈവം തന്റെ കീഴിലുള്ള തന്റെ മകനായ നമ്മളുടെ കർത്താവായ ക്രിസ്തുവോട് അരുളി ചെയ്യുക. അപ്പൊ മുകളിലുള്ളവൻ താഴെയുള്ളവനോട് അരുളി ചെയ്യുന്നു, താഴെയുള്ളവൻ അത് കേൾക്കുന്നു. ഹല്ലേലൂയ. അപ്പോ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു എന്നോ, കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗസ്ഥ പിതാവെന്നോ അല്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹെഡ് എന്നാണ്, തല എന്നാണ്. അതൊരു ടൈറ്റിലാണ് കേട്ടോ, ടൈറ്റിൽ. കുടുംബത്തിലെ അപ്പനെ കർത്താവ് എന്ന് പറയും, സ്കൂളിലെ ഹെഡ് മിസ്റ്ററിന് കർത്താവ് എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് കർത്താവ് എന്ന് പറയും, യജമാനൻ അല്ലെങ്കിൽ ലോർഡ്, അത് ടൈറ്റിലാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് ടൈറ്റിൽ മാത്രമല്ല, അതൊരു അസ്തിത്വവും കൂടെയാണ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ തെറ്റിപ്പോകാനായിട്ട് അറിയാം. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, താഴേക്ക് നിങ്ങൾ മനസ്സിലാക്കുമ്പോ ഇവിടെ ദൈവം നമ്മളെ വിളിച്ചതും തെരഞ്ഞെടുത്തതും ലോക സ്ഥാപനത്തിനു മുമ്പാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇനി ഇതില് ദൈവത്തിന്റെ നിർണയപ്രകാരമാണ്. ഇതാണ് റോമലേഖനം 9 അധ്യായത്തിൽ കാണാം. 2 ടൈപ്പുള്ള വെസലുകളെ കാണാം. 2 ടൈപ്പുള്ള വെസൽ. അപ്പൊ ഇതിലൊക്കെ പറഞ്ഞത് 2 ടൈപ്പുള്ള മനുഷ്യരെ കാണിക്കാണ്. 9 അധ്യായത്തില് അവിടെ പറയാണ്, കരുണാപാത്രങ്ങളും ഉണ്ട്, കോപപാത്രങ്ങളും ഉണ്ട്. കോപപാത്രങ്ങളെ അവസാനം ദൈവം സഹിക്കുകയും അവസാനം അതിനെ ചുട്ടുകളയുകയും ചെയ്യും, തീർന്നു, പരിപാടി തീർന്നു. എന്നാൽ കരുണാപാത്രങ്ങളുണ്ട്. റോമലേഖനം 9:21 വായിച്ച്. റോമലേഖനം 9:21. നല്ല
കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഹല്ലേലൂയ. അപ്പോ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മാനത്തിനും അപമാനത്തിനും. രണ്ട് പാത്രം ഉണ്ടാക്കിയിരിക്കുക. ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് ആ പാത്രം ഇതാ മാന്യമായ ഒരു സ്ഥലത്തോട്ട് വെച്ചു, വേറൊരു പാത്രം അങ്ങനത്തെ അല്ലാത്തൊരു സ്ഥലത്ത് വെക്കുന്നു. അപ്പൊ രണ്ടും ഉണ്ടാക്കിയത് ഒരേ കുശവൻ തന്നെയാ. ഇതേപോലെ ദൈവത്തിന്റെ വചനം പറയാണ്, കോപപാത്രത്തെ ഉണ്ടാക്കിയ ദൈവമാണ്, കോപപാത്രത്തെ ഉണ്ടാക്കിയ ദൈവമാണ്, അപ്പോൾ തന്നെ കരുണാപാത്രത്തെ ഉണ്ടാക്കിയ ദൈവമാണ്. അപ്പോ ഇത് നമ്മൾ വളരെ വ്യക്തതയായിട്ട് മനസ്സിലാക്കുക. ഓ ഫാദർ വി താങ്ക് യു. ഇത് രണ്ടു കൂട്ടരിലുണ്ട്, യഹൂദന്മാരിലും നിന്നുണ്ട്, ജാതികളിൽ നിന്നുണ്ട്. അതിന്റെ 9:23 വായിച്ച്, 9:22-23. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മെ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, കരുണാപാത്രങ്ങളുണ്ട്, കോപപാത്രങ്ങളുണ്ട്. ഇനി അതിന്റെ 11 മുതൽ വായിക്കുമ്പോൾ ഇത് എന്താണ് ഇതിന്റെ കാരണം എന്നറിയാമോ? ഇതാ, യാക്കോബും ഉണ്ട്, ഏശാവും ഉണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ തള്ളിക്കളഞ്ഞു. അപ്പൊ ചിലര് പറയാണ്, അതെന്തു മര്യാദ ഈ കാണിച്ചേ എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് കൊടുക്കണേ. മനസ്സിലായോ? അപ്പോ അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം ചെയ്യും. നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവമേ ഇത് കേൾക്കാനും വിശ്വസിക്കാനും വീണ്ടും ജനിക്കാനും അങ്ങ് എനിക്ക് അവസരം തന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയും. നമ്മൾ പറയണ്ടേ? വായിച്ചേ 11 മുതൽ താഴേക്ക്. ഏകനാൽ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവരോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. സഹോദരൻ ഇതൊന്ന് കേൾക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ ധന്യനായ ഏകാധിപതിയാണ്. ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, തനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യും. ഇതുകൊണ്ടാണ് ചോദിക്കുന്നത്, ദൈവത്തോട് നീ ചോദിക്കാൻ നീ ആരാണ് എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ദൈവം എല്ലാം തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള നിർണയങ്ങൾ പറഞ്ഞിരിക്കുക. തെരഞ്ഞെടുപ്പിന് പ്രകാരം ദൈവം തെരഞ്ഞെടുത്തിരിക്കുക നമ്മളെ. എപ്പോ? ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തീരുമാനിച്ചു, മൂത്തവൻ ഇളയവനെ സ്നേഹിക്കുമെന്ന്. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദോഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മളിൽ ചിലര് തലയായിട്ട് ചോദിക്കും, അതെന്താ അങ്ങനത്തെ പരിപാടി? അതെ, ദൈവത്തിന്റെ ഇഷ്ടം ഇന്ന വ്യക്തിത്വങ്ങൾ തന്നോട് കൂടെയാണോ ദൈവം അവരെ കരുണാപാത്രങ്ങളായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ നമ്മൾ ആരുമല്ല. പക്ഷെ ഒരു കാര്യം, ഈ കരുണാപാത്രങ്ങളായി തെരഞ്ഞെടുത്ത നമുക്ക് എല്ലാവർക്കും കൂടെ എത്താൻ പറ്റുന്നില്ല. ദൈവം നമുക്ക് അവസരം നൽകി. ഈ കരുണാപാത്രങ്ങളാണ് രാജ്യത്തിന്റെ പുത്രന്മാർ. അവസരം നൽകി. പക്ഷെ ഈ അവസരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടും. ഇതാണ് നമുക്കുള്ള സന്ദേശം. ബാക്കി നമ്മൾ ചിന്തിക്കേണ്ട, അത് ദൈവം തന്റെ ഇഷ്ടം പോലെ ചെയ്യുവാനായിട്ട് ഇടയാകും. മനസ്സിലായോ? അതായത് ഒരു റോസാപ്പൂ, ആ റോസാപ്പൂവില് നമ്മൾ അതിന്റെ അടുത്ത് ചെന്നു, മണത്തു, ഓ എത്ര നല്ല സ്മെല്ല്, ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞ സമയത്താണ് അതിന്റെ മുള്ളു കൈക്കൊണ്ടത്. ഈ എന്ത് ചീത്ത ദൈവം! ദൈവത്തിന് തന്റെ ഇഷ്ടം പോലെ ഉണ്ടാക്കാതെ, അതിന് നല്ലതും വെക്കും ചീത്തയും വെക്കും. അതിന്റെയൊക്കെ ഉദ്ദേശമുണ്ട് ദൈവം ചെയ്തേക്കണതില്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ ദൈവത്തെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. പകരം ദൈവം നമ്മളെ ലോകാരംഭം മുതലേ രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെ തെരഞ്ഞെടുക്കാത്തവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇനി ഇതിനെ എന്റെ പ്രിയ സഹോദരങ്ങളെ തെളിയിക്കാൻ വേണ്ടി ഒരു ഉപമ പറയാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ്. ഈ രണ്ട് മക്കളെ 2 ടൈപ്പ് സീഡുകളായിട്ടാണ് കാണിക്കുന്നത്, വിത്തുകളായിട്ട്. മത്തായിയുടെ 13 അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്ക് അവിടെ 2 ടൈപ്പ് വിധക്കാരന്റെ ഉപമകൾ കാണാം.
ആദ്യത്തെ ടൈപ്പ് വിതക്കാരൻ നോക്കുമ്പോ വചനം ആകുന്ന വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടതിനെ കുറിച്ച്. ഇനി രണ്ടാമത്തെ വിതയുടെ ഉപമ എന്ന് പറയുന്നത് പുത്രന്മാരെ വിതയ്ക്കുകയാണ്. ലോകമെന്ന ഈ പാഠത്തിലേക്ക് പുത്രന്മാരെ വിതയ്ക്കുകയാണ്. ആദ്യം ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വിതയ്ക്കുന്നു. അവരെ കുറിച്ച് പറയാണ് അവർ രാജ്യത്തിന്റെ പുത്രന്മാരാണ്. പക്ഷെ രാജ്യത്തിന്റെ പുത്രന്മാരാണ്, പക്ഷെ അവസാനം അവർ തീപ്പയിലേക്ക് പോകാൻ വഴിയുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. രാജ്യത്തിന്റെ പുത്രന്മാരാണ്. രണ്ടാമത് ഈ മനുഷ്യർ ഉറങ്ങുമ്പോൾ വിതച്ചത് വിതക്കാരൻ മാറിയാ വിതച്ചത്. അവിടെ വിതച്ചത് പിശാചാണ്. അത് പിശാചിന്റെ മക്കളാണ്. കണ്ടോ, രണ്ട് ടൈപ്പ് മക്കളെ. ഇതാ യേശു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, പിശാച് എന്ന പിതാവിന്റെ മക്കളെന്ന് നേരത്തെ നമ്മൾ വായിച്ചില്ലേ? അങ്ങനെ ആ ഒരേ കണ്ടത്തിലേക്ക് തന്നെ പിശാചും പതിച്ചു. അപ്പോ പിന്നെ ഇത് വളർന്നു വരുമ്പോ ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളോട് രണ്ടും കൂടെ ഒരുമിച്ച് വളർന്നു വരുന്നത്. രണ്ടും കാണുമ്പോ ശരീരത്തിൽ ഒരേപോലെ ഇരിക്കുന്നത്, പക്ഷെ ഫലം വരുമ്പോഴാണ് അവർക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാനോ ഫലമായി തീരാനോ പറ്റത്തില്ല. ഫലം വരുമ്പോഴാണ് ദൈവമക്കളെയും പൈശാചിക മക്കളെയും തമ്മിൽ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ഈ ഉപമയൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവത്തിന്റെ ആ ഭൂമിയിലെ പ്രവൃത്തി എന്താണ്. ഇനി ഒരു കാര്യം പറയാം, ഈ കളയെ ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് കയറ്റുന്നില്ല. കളയെ ഒരിക്കലും ഗോതമ്പാക്കാൻ പറ്റത്തില്ല. എത്ര നല്ല കൃഷിക്കാരൻ വിചാരിച്ചാലും ഗോതമ്പാക്കാൻ പറ്റത്തില്ല. അവിടെ കർത്താവ് വ്യക്തതയോടെ പറയുന്നത് കളയെ വെട്ടി തീയിലിട്ട് ചുട്ട് കളയും, ഫിനിഷ്, അവസാനിച്ചു. ഇനി വേറൊരു കാര്യം, ഈ രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞില്ലേ, ഇവർക്കാണ് ശിക്ഷ ഒരുക്കിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് താളിക്കളെ. അവരെ ക്ഷണിച്ചതാ, അവരെ വിളിച്ചതാ, അവരെ അട്രാക്ട് ചെയ്തതാ, അവർക്കെല്ലാം കൊടുത്തതാ. പക്ഷെ അവർ കളയുടെ കൂട്ടുകൂടി പിശാചിന്റെ കൂട്ടത്തിൽ നിന്ന് ദൈവത്തിനെതിരെ നിന്ന് ഫലം കായ്ക്കാതെ പോയത് കൊണ്ട് അവരെ തള്ളിക്കളയുന്നു. ഫലമില്ലാത്തതിനെയൊക്കെ വെട്ടിക്കളയാനാണ് പിതാവിന്റെ ഓർഡർ. അപ്പൊ നമുക്ക് ആ ഒരു ഉപമ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ഇത് രണ്ടാമത്തെ ഉപമയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ഉപമയല്ല, രണ്ടാമത്തെ ഉപമ. ആദ്യം പറഞ്ഞല്ലോ വിത്ത് വിതയ്ക്കുന്ന പറവകളൊന്ന് കുത്തിക്കൊണ്ടു പോകുന്നതൊക്കെ ആ ഉപമയായിരുന്നു. എന്നാൽ താഴേക്ക് നമുക്ക് വായിക്കാം. ലോഡ് ഐ ലവ് യു. അതിന്റെ 24 മുതൽ 13, മത്തായി 13-ന്റെ 24 മുതൽ വായിച്ചു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിധിച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും, 2 കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ശത്രു ചെയ്തതാകുന്നു. അപ്പൊ ഈ ശത്രു ചെയ്തതിന് വല്ലോ എന്റെ മക്കളെ, ദൈവമക്കളെ, നിങ്ങൾ അറിയുന്നുണ്ടോ? ഇത് ശത്രു, പിശാച് എന്ന ശത്രു ചെയ്തതാകുന്നു. എന്തിന്റെ ഇടയിൽ കള വിതച്ചേ? ഗോതമ്പിന്റെ ഇടയിൽ കൂടെ കള വിതച്ചു. ഗോതമ്പിനെ കുറിച്ച് അവിടെ പറയുന്നത് രാജ്യത്തിന്റെ പുത്രന്മാരെന്ന. അതായത് ഇവിടെ അതിനൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും താഴേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം. സ്ഥിതിക്ക് അവരെഴുതിയിരിക്കുകയാണ്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. ഒരു സാദൃശ്യമാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. അപ്പോ മനുഷ്യൻ ഉറങ്ങാന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിന് നമ്മൾ അതിനെ ലൈറ്റായിട്ട് എടുത്താൽ, ആദം അങ്ങനെയായിരുന്നല്ലോ, ദൈവം പറഞ്ഞതിനെ ലൈറ്റായിട്ട് എടുത്തു അല്ലെ.
നന്മ തിന്മകളെ കുറിച്ച് അന്വേഷണത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞതിനെ ലൈറ്റ് ആയിട്ട് എടുത്തു. ഭാര്യ വന്ന് പറഞ്ഞ് അച്ചാ കഴിക്കാന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞതിനെ ലൈറ്റ് ആക്കി, ഭാര്യ പറഞ്ഞതിനെ കനമാക്കി. ദൈവം പറഞ്ഞതിന് ഉറങ്ങി. അപ്പോൾ ശത്രു വന്ന് എന്നാ വിതച്ചു? കള വിതച്ചു. മനസ്സിലാകുന്നത് അന്ന് മുതലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ജഡചിന്തകളൊക്കെ കയറി അങ്ങ് കളയായിട്ട് കിടക്കുക, അകത്ത് കിടക്കുക. ഓക്കെ, അപ്പോ ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി. അപ്പൊ ഇത് ശത്രു ചെയ്തതാകുന്നു. ഇതാണ് അവിടെ പറയുന്നത്, ഇത് ശത്രു ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ പറിക്കണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ പറിച്ച പ്രശ്നമാണ് എന്നാ പറഞ്ഞത്. ഇനി ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇതെന്ന്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, കള പറിച്ചു കൂട്ടി എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടാൻ സമ്മതമുണ്ടോ? ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ പക്ഷെ ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് അത് കൊയ്ത് കള പറിച്ച് അതിന് നല്ല ഗോതമ്പാക്കി മാറ്റുവാൻ ഞാൻ പറയും എന്നല്ല അവിടെ എഴുതിയേക്കണേ. പകരം കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടണം. അപ്പൊ കളയുടെ ഭാവി എന്താ പറഞ്ഞു? കളയുടെ ഭാവി എന്താ? ചുട്ട് കളയുക. കളയുടെ ഭാവി എന്താ? ചുട്ട് കളയുക. ഞാൻ എന്റെ ഭാഷ പറയാം, അവർക്ക് ഒരാഴ്ചയേ ഉള്ളൂ. ചുട്ട് കളയുക. കാരണം ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നവരാണ്. ചുട്ട് കളയുക, ഫിനിഷ്. കള പറിച്ചു കൂട്ടി ചുട്ട് കളയുക. അതാണ് അതിൽ നിന്ന് ഫലം എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് വരുമ്പോ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്. ഉപമ എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഉപമ പറയുന്നതിന്റെ ഉത്തരം തന്നെ ഒരു കൂട്ടർ മനസ്സിലാക്കണം, ഒരു കൂട്ടർ മനസ്സിലാക്കരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാ. ഇതാണ് യേശുവിന്റെ അടുക്കൽ അവർ ചോദിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ, നീ എന്താണ് ഉപമകളായിട്ട് പറയുന്നതെന്ന്. ഉടനെ യേശു പറയാണ്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു, അവർക്കോ കിട്ടിയിട്ടില്ല. അപ്പോഴും രണ്ട് ഗ്രൂപ്പാക്കുക. ഇത് തിരിച്ചറിയാൻ വരം, അതാണ് നേരത്തെ പറഞ്ഞേ. ആ ബീജം വരുമ്പോൾ അണ്ടത്തിന് ആ ബീജത്തെ സ്വീകരിക്കാൻ പറ്റും, മറ്റുള്ള അണ്ടത്തിന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു പറയുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടിയിട്ടുണ്ട്. ആരിൽ നിന്ന്? പിതാവിൽ നിന്ന്. പക്ഷെ അവർക്കോ കിട്ടിയിട്ടില്ല. കാരണം നിങ്ങളെയാണ് പിതാവ് ആകർഷിക്കുന്നത്, നിങ്ങളെയാണ് പിതാവ് ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് വരം കിട്ടിയിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോ അത് നമ്മൾ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. എന്നിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓ ഫാദർ വി താങ്ക് യു ലോർഡ് ഐ ലവ്. ഞാൻ ആ വാക്കും കൂടി വായിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓ ലോർഡ് ഐ ലവ്. അതിന് 10ഉം 11 വായിച്ച സിസ്റ്ററെ. ഈ ജനം പുതിയായിട്ട് കേൾക്കുമ്പോൾ അവർക്ക് അതിശയം തോന്നിയത് എന്താ ഈ പറയണേ? അതിന് 10ഉം 11 വായിച്ച്. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഉപമകളെ സംസാരിക്കുന്നതിന്റെ കാര്യം എന്താ? ഒരു കൂട്ടർ തിരിച്ചറിയരുത്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളെ പിതാവ് ആകർഷിച്ചിട്ടുണ്ട്, നിങ്ങളെ പിതാവ് ഉപദേശിച്ചിട്ടുണ്ട്. അവർക്കോ അത് കിട്ടിയിട്ടില്ല. അവർക്കോ അത് കിട്ടിയിട്ടില്ല. കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാ. ഈ ഒരു സംഭവം വ്യക്തമായിട്ട് അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെതിരെ പലതും ചെയ്യാനായിട്ട് ഇടയാവും. അപ്പൊ ഇത് ഒരു കൂട്ടരെ മറച്ചു വിടുകയാണ്. ഇത് ആത്മാവാൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി വെച്ചിരിക്കുക. ഇത് പുറമേന്ന് കേട്ടു, എന്നാൽ അകമേന്നും കൂടി ഇത് നമ്മളെ പഠിക്കുമ്പോഴാണ്, അകമേന്നും കൂടി നമുക്കിത് കിട്ടുമ്പോഴാണ് നമുക്കിത് ഉറച്ചു വരുന്നത്. അകമേന്നും പുറമേന്നും ഒരുമിച്ച് വരികയാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ രണ്ടായിട്ട് വചനം മുറിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി താഴേക്ക് വായിക്കുമ്പോ അതിന്റെ 13 വായിച്ചേ, 13ഉം 14. അതായത് അവർ കണ്ണുകൊണ്ട് കണ്ടിട്ട് കേട്ടിട്ട് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതിരിക്കേണ്ടതിനാണ് ഉപമകളായി സംസാരിക്കുന്നത്. വായിച്ചേ 13ഉം 14. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. മനസ്സിലായോ? ഇത് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചാണെന്ന് താഴെ എഴുതിയിരിക്കുന്നത്. താഴേക്ക് വായിച്ചേ 14. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. എന്തിനാണ് അതൊക്കെ പറയുന്നത്?
അവർ കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് തിരിയാതെ ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. ക്ലിയർ ആണോ? ഇതൊന്നും ഒരിക്കലും സാധാരണ വായിച്ചു കേട്ടിട്ടില്ലെന്നു, പക്ഷെ ബൈബിളിലുണ്ട്, യേശു പറഞ്ഞതാണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇനി ആ ഉപമയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് യേശുക്രിസ്തു പറയാണ്. 11:36 മുതൽ വായിച്ചു, 36 മുതൽ. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ എല്ലാ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു അവിടെ ഉത്തരം പറയണം. അതിനാണ് ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെയാണ് നമ്മളെ വിതച്ചേക്കുന്നത്, ലോകത്തിലേക്കാണ് വിതച്ചത്. നല്ല വിത്ത്, അതായത് ക്രിസ്തു വിതച്ചത് രാജ്യത്തിന്റെ പുത്രന്മാർ. ക്ലിയർ ആണല്ലോ? എന്റെ കയ്യിൽ രാജ്യത്തിന്റെ പുത്രന്മാർ. ആ സമയത്ത് ദുഷ്ടം വന്ന് കള വിതച്ചായിരുന്നോ? ഇല്ല. ആ നല്ല വിത്ത് വിതച്ച ആ കണ്ടൊന്ന് നോക്കിയേ. ഇപ്പൊ അവിടെ വേറെ വല്ല വിത്തും ഉണ്ടോ? ഒരു വിത്തുമില്ല, നല്ല വിത്ത് മാത്രമേ ഉള്ളൂ. ഇനി ഇവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. പിടുത്തം കിട്ടിയ അടുത്ത കളയക്കൂടെ വിതച്ചതിന് ശേഷമല്ല, ഇപ്പൊ ആ കണ്ടത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? രാജ്യത്തിന്റെ പുത്രന്മാർ മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇനി സമയം കഴിയുമ്പോ അതല്ല, ശ്രദ്ധിക്കുക, വേറൊരു വിത്തും കൂടി വരും. ആ വിത്തിനെ കള, അതിന്റെ ആഗ്രഹം അതല്ല, ദൈവത്തിന്റെ ആഗ്രഹം അതല്ല, അതിനെ വെട്ടി ചുട്ട് കളയണമെന്നാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. സമയം മാറും തോറും രംഗം മാറി. ഇപ്പൊ ആ കണ്ടത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? രാജ്യത്തിന്റെ പുത്രന്മാർ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വിത്തെന്ന് പറയുന്നത് വചനമായിരുന്നെങ്കിൽ ഇവിടെ വിത്തെന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ രാജ്യത്തിന്റെ പുത്രന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. അടുത്ത പറയാണ് കള ദുഷ്ടന്റെ പുത്രന്മാർ. അപ്പൊ മനുഷ്യർ ഉറങ്ങിയപ്പോഴാണ് അടുത്ത വിതക്കാരൻ വരുന്നത്, പിശാച് വരുന്നത്. പിശാച് വന്ന് കള വിതച്ചു. കള ദൈവത്തിന്റെ വചനം പറയുന്നു ദുഷ്ടന്റെ പുത്രന്മാർ. ഇനി അത് ദുഷ്ടന്റെ പുത്രന്മാരാണ്. ഈ ദുഷ്ടനല്ലേ ബ്രദറെ എന്ന് പറഞ്ഞാൽ അടുത്ത ആ ദുഷ്ടൻ ആരാന്ന് എഴുതിയിട്ടുണ്ട്, അത് വിതച്ച ശത്രു പിശാച്. അപ്പൊ ദുഷ്ടൻ ആരാ? പിശാച്. അത് അപ്പോ ദൈവവും വിതച്ചു, പിശാചും വിതച്ചു. കണ്ടോ ഏതാണ്? ലോകമാണ്. ലോകമാകുന്ന വയലിലേക്ക് രണ്ട് വിതച്ചു. ഇന്ന് രണ്ടും അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നിന്റെ ഭാവി എന്താണ്? ഒന്നിന്റെ ഭാവി എന്ന് പറയുന്നത് കളയുടെ ഭാവി, അതിനെ വെട്ടി തീയിലിട്ട് ചുട്ട് കളയണം കൊടുക്കാം. ആര് പറഞ്ഞു? ദൈവം തന്നെ പറഞ്ഞു. ദൈവം വചനം പറയണം അതിന്റെ ഭാവി അതാണ്, അതിനെ ചുട്ട് കളയുക. അപ്പൊ രാജ്യത്തിന്റെ പുത്രന്മാരെയോ? രാജ്യത്തിലെ പുത്രന്മാരെ ദൈവം നിയമിച്ചത് ദൈവത്തോട് കൂടെ വസിക്കാനാണ്. ദൈവത്തോട് കൂടെ വസിക്കാനാണ് നിയമിച്ചിരിക്കുന്നത്. സംശയമുണ്ടോ? വായിച്ചാട്ടെ 1 തെസ്സലോനിയൻസ് അതിന്റെ 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ദൈവത്തോട് കൂടെ വസിക്കുക. അതാണ് യേശുക്രിസ്തു 3 വർഷം പ്രസംഗിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. അതിന്റെ അർത്ഥം ദൈവത്തോട് വസിക്കാൻ ഒരുങ്ങുക. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം മനുഷ്യരോടെ പാർക്കും. എല്ലാവരും ശുദ്ധീകരണം ആചരിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുക, ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അപ്പൊ ദൈവത്തെ കാണുവാൻ, ദൈവത്തോട് വസിക്കുവാനുള്ള ഒരു യാത്രയാണ്. അപ്പൊ രാജ്യത്തിന്റെ പുത്രന്മാരെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വായിച്ചു 5:9-10. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, രാജ്യത്തിന്റെ പുത്രന്മാരെ നിയമിച്ചത് എന്തിനാണെന്നറിയാമോ?
നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. അപ്പൊ രാജത്തിന്റെ പുത്രന്മാരെ എന്തിനാ നിയമിച്ചേക്കുന്നത്? ദൈവത്തോട് കൂടെ ജീവിക്കാൻ, അല്ലാണ്ട് തീയിലിട്ട് ചുട്ടുകളയാനല്ല. മനസ്സിലായി? രണ്ടിന്റെയും ഭാവി രണ്ടാ. ദൈവത്തോട് കൂടെ ജീവിക്കാൻ വേണ്ടി പിശാചിന്റെ കീഴിൽ പെട്ടുപോയി ഞങ്ങളെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ രക്ഷിക്കാൻ വേണ്ടിയാ നിയമിച്ചേക്കുന്നത്. കിട്ടിയോ എന്റെ പൊന്നുമക്കളെ? ദൈവത്തോടു കൂടെ ജീവിക്കാനാണ് നമ്മളെ നിയമിച്ചേക്കുന്നത്. പക്ഷെ കളയോ? തീയിലിട്ട് ചുട്ട് കളയാൻ. രാജ്യത്തിന്റെ പുത്രന്മാരെയോ? ദൈവത്തോടുകൂടെ ജീവിക്കാൻ. പക്ഷെ രാജ്യത്തിന്റെ പുത്രന്മാരെ എല്ലാവരോടും എത്തുവോ? ഇല്ല. രാജ്യത്തിന്റെ പുത്രന്മാർ ഈ കളയോട്, പിശാചിന്റെ മക്കളോട് കൂട്ടുകൂടിയിട്ട്, കാരണം രണ്ടുപേരുടെയും പേര് ഗ്രൂപ്പിന്റെ ഉള്ളിൽ ദൈവമക്കളെന്ന. അതല്ലേ യഹൂദന്മാർ കർത്താവോട് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞേ, ദൈവമാണ് ഞങ്ങളുടെ അപ്പൻ. അപ്പൊ ഉടനെ യേശു പറയാ, അല്ല, പിശാചാണ് നിങ്ങളുടെ അപ്പൻ. അപ്പനെ ചൊല്ലിയ തർക്കം. ഇത് കൂടെ ഉള്ളവര് നല്ലൊരു പങ്കും പറയും ദൈവമാണ് അപ്പൻ. പക്ഷെ ഫലം നോക്കുമ്പോൾ അറിയാം ദൈവമാണോ അപ്പൻ, ദൈവം അല്ലയോ അപ്പൻ എന്ന്. അപ്പൊ ഇത് വളരെ വ്യക്തതയോടെ ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. അപ്പോ ഈ രണ്ട് ടൈപ്പിന്റെ ഡെസ്റ്റിനേഷൻ വേറെ വേറെ. ഒന്നിനെ നിയമിച്ചിരിക്കുന്നത് ദൈവത്തോടു കൂടെ ജീവിക്കാനാണ്. അതാണ് ദൈവത്തിന്റെ പുത്രന്മാർ, രാജ്യത്തിന്റെ പുത്രന്മാർ. കളയെ നിയമിച്ചിരിക്കുന്നത് അതിനെ അവസാനം വെട്ടി തീയിലിട്ട് ചുട്ട് കളയാനാണ്. അവരാണ് പിശാചിന്റെ മക്കൾ. എന്നാൽ ടെസ്റ്റ് നിൽക്കുന്നത് രാജ്യത്തിന്റെ പുത്രന്മാർക്കാ. പരീക്ഷ ഉള്ളത്, ടെസ്റ്റ് ഉള്ളത്, ഞാൻ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഇതാണ് യാക്കോബ് 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പറയുന്നത്. പരീക്ഷ, ടെസ്റ്റ് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം. അപ്പൊ ടെസ്റ്റിന് വേണ്ടിയാണ് ദൈവം കളയെ അനുവദിച്ചേക്കണേ. രാജ്യത്തിന്റെ പുത്രന്മാരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം കളയെ അനുവദിച്ചത്, പിശാചിനെ അനുവദിച്ചേക്കണേ. ഇതുകൊണ്ടാണ് പിശാചിന് പരീക്ഷകൻ എന്ന് പേരിട്ടിരിക്കണേ. മനസ്സിലായോ? പിശാചും അവന്റെ മക്കളും ദൈവ മക്കളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരിക്കണേ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ ഇപ്പൊ കളയണ്ട, അവിടെ നിന്നോട്ടെ, അവസാനം കളയാം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെ ഭാവി രണ്ടാ. ഒന്ന് വെട്ടി രാജ്യത്തിന്റെ പുത്രന്മാരെ ദൈവത്തോടുകൂടെ ജീവിക്കാൻ നിയമിച്ചിരിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. കളയെ വെട്ടി തീരിട്ട് ചുട്ടുകളയുവാൻ നിയമിച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ? ബൈബിളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ എന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല. ഏനെ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ രാജ്യത്തിന്റെ പുത്രന്മാരെല്ലാം അവിടെ എത്തൂലേ? ഇല്ല, നല്ലൊരു പങ്കും പോവും. ഇതാണ് ദൈവവചനം പറയുന്നത്. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. പക്ഷെ അപ്പൊ നിയമനം മാറിപ്പോയല്ലോ? ഇല്ല, ദൈവത്തോടുകൂടി ജീവിക്കാനാണ് നിയമിച്ചത്. പക്ഷെ ഈ ലോകത്ത് ജീവിച്ചപ്പോ പിശാചിനോടും അവന്റെ കളകളോടും കൂടിയിട്ട് അവരുടെ കൂട്ടമായി ഫലം കൊടുക്കാതെ പോയി. ഒരിക്കലും ഒരു കളയ്ക്ക് ഗോതമ്പ് കായ്ക്കാൻ പറ്റില്ല. പക്ഷെ ശ്രദ്ധിച്ചോളണം, ഒരു ഗോതമ്പിന് കളയോടുകൂടെ കൂടിയിട്ട് ഗോതമ്പ് കായ്ക്കാതിരിക്കാൻ പറ്റും. ശരിയല്ലേ? ഒത്തിരി പറയാം, ഒരിക്കലും ഒരു കളയ്ക്ക് ഗോതമ്പ് കായ്ക്കാൻ പറ്റില്ല. പക്ഷെ ഗോതമ്പ് ചെടിക്ക് കളയോടുകൂടെ കൂടി വളമൊന്നും വലിച്ചെടുക്കാതെ തന്നിൽ ഗോതമ്പ് കായ്ക്കാതെ ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഗോതമ്പ് ചെടിയെ കൂടി എങ്ങോട്ട് എന്ത് ചെയ്യും? ഈ കളയോടുകൂടെ ഇട്ട് കളയേണ്ടി വരും, ശിക്ഷിക്കേണ്ടി വരും. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മത്തായി 8:11 യേശുക്രിസ്തു പറയാണ്, പലരും വന്ന് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും, പക്ഷെ രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അപ്പോ രാജ്യത്തിന്റെ പുത്രന്മാരെ ദൈവത്തോടുകൂടി ജീവിക്കാൻ മാത്രമല്ല, അവരെ അനുസരണം കേട് കാണിച്ചാൽ അവരെ തള്ളിക്കളയും എന്നുള്ള ഒരു താക്കീതും കൂടെ ദൈവം നമുക്ക് തരിക. വായിച്ചാട്ടെ മത്തായി 8:11-12. കിഴക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സിലായോ? ഇവിടെ തള്ളിക്കളയുന്നത് രാജ്യത്തിന്റെ പുത്രന്മാരെ. എന്റെ പൊന്നു മക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും കേട്ടിട്ടുണ്ടാകത്തില്ലായിരിക്കാം. കർത്താവ് തള്ളിക്കളയുന്ന കണ്ടോ? ഞങ്ങളൊക്കെ കർത്താവായി സ്വീകരിച്ചു, ഞങ്ങൾ അങ്ങയുടെ രോഗികളെ സൗഖ്യം ഭൂതപ്രതാക്കി പ്രവചിച്ചു, ഇന്നിന്റെ ഡിനോമിനേഷൻ ഞങ്ങളടുത്ത വലിയ വലിയ ആളുകളായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ പറയാൻ പോണേ, അല്ലെ?
ഞങ്ങൾ എത്ര മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? യേശു നമുക്ക് അറിയത്തില്ലേ? നീയല്ലേ ഞങ്ങളുടെ പട്ടണത്തില് ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചേ? ഞങ്ങൾ നിന്നോട് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതായത് തിരുവത്താണ് എല്ലാം ഓർക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു കാലം അറിഞ്ഞിട്ടില്ല. ഞാൻ രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ളിലേക്ക് തള്ളിക്കളയും. എന്റെ പൊന്നോളെ മക്കളെ, ഇതൊന്നും അറിഞ്ഞില്ല പിടിച്ചില്ല എന്നും പറഞ്ഞ് ആരും മുന്നോട്ടേക്ക് പോകരുത്. ദൈവരാജ്യത്തെ നമ്മൾ നിയമിച്ചതാ, പക്ഷെ നമ്മൾ ഇത് തിരിച്ചെടുക്കും. നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ, ഫലം കൊടുത്തില്ലെങ്കിൽ. ഇത് കളിതമാശ പരിപാടിയല്ല, കളിതമാശ പരിപാടിയല്ല. ഇതുകൊണ്ടാണ് മത്തായി 21:43 കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങൾ ഇത് തിരിച്ചെടുക്കും, അതിന്റെ ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കും. അപ്പൊ എന്റെ പ്രിയ മക്കളെ, ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് സ്നേഹിച്ചു പറയുക, സഭ കളിക്കാനും ഡിനോമിനേഷൻ കളിക്കാനും ഗ്രൂപ്പ് കളിക്കാനും ഒന്നും ഇവിടെ പോകരുത്. ജയം പ്രാപിക്കാൻ നോക്ക്, ദൈവം ഇഷ്ടം ചെയ്ത്. ഇതാ കർത്താവ് പറഞ്ഞത്. എന്നോട് കർത്താവെ കർത്താവ് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിന് മാത്രമേ സ്വദേശി കിടക്കുന്നുള്ളൂ. നമുക്ക് അവിടെയല്ലേ കിടക്കേണ്ടേ, അല്ലാണ്ട് ഈ ഗ്രൂപ്പ് ഏതെങ്കിലും ഡിനോമിനേഷനിലോ മതത്തിലേക്ക് കയറിയ പോരല്ലോ. വ്യക്തമായി കാര്യം മനസ്സിലാക്കുക. വായിച്ചാട്ടെ, മത്തായി 21:43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ പൊന്നു മക്കളെ, ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങൾക്ക് തന്നതാ, നിങ്ങളുടെ പക്കൽ നിന്ന് മടക്കിയെടുക്കും, എന്നിട്ട് അതിന് ഫലം കൊടുക്കുന്നവന് കൊടുക്കും. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എക്കോ ആയിത്തീരട്ടെ. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് തിരികെ എടുത്തിട്ട് അതിന്റെ ഫലം കൊടുക്കുന്നതിന് കൊടുക്കും. അതിന്റെ അർത്ഥം, രാജ്യത്തിന്റെ പുത്രന്മാർ ഫലം കൊടുത്താൽ മാത്രമേ അവർക്ക് ദൈവം നമുക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നൊരുക്കിയ ഭാവിയിൽ എത്താൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ ഇതാ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടും എന്നുള്ള കാര്യം എന്റെ പ്രിയ സഹോദരങ്ങളെയും കൂട്ടുവേലക്കാരെയും ഒക്കെ അറിയിക്കുകയാണ്. സത്യം മാത്രം നിങ്ങളോട് പറയൂ. നിങ്ങളോട് എന്റെ പുറകെ വരാൻ പറഞ്ഞില്ല, ഒരു ജാതിയെ കുറിച്ച് പറഞ്ഞില്ല, മതത്തെ കുറിച്ച് പറഞ്ഞില്ല, ഞങ്ങൾ ഇന്ന ഗ്രൂപ്പാണെന്ന് പറഞ്ഞില്ല, നിങ്ങളോട് ഫണ്ട് ചോദിച്ചില്ല, ഒന്നുമില്ല. നിങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പുറകെ പോവുക. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ അവരെ ആരെയും നോക്കരുത്. അവരെയൊക്കെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ വിശ്വാസനായി പൂർത്തിവർത്തനായി യേശുവിന്റെ പിന്നാലെ മാത്രം പോവുക. ജയം പ്രാപിക്കാനായിട്ട് ഇടയാണ്. എപ്പോഴും മനസ്സിലാക്കുക, സത്യത്തിന് പ്രാധാന്യമില്ലാത്തൊരു ലോകമാണ്, സത്യത്തിന് പ്രാധാന്യമില്ലാത്തൊരു ക്രിസ്തീയ ഗോളമാണ്. മനുഷ്യരെ സന്തോഷിപ്പിച്ച് അവരെ പുകഴ്ത്തി പറഞ്ഞാൽ അവർക്ക് പ്രാധാന്യം കിട്ടും. ഇതാ യേശു പറഞ്ഞേ, ഒരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. പക്ഷെ ഞാൻ എൻ്റെ അപ്പന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, നിങ്ങൾ എന്നെ പുറത്താക്കി. ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയവരുടെ എത്രയധികം. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ചും ജനത്തെ സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് നമുക്ക് യാത്രയേകാം ക്രിസ്തുവിന്റെ പിന്നാലെ. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പൻ്റെ അടുക്കലെ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയും തോറും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണീ, ലോകം വെറുത്തു ഞാൻ യാത്രയാണീ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങൾക്ക് തന്ന പ്രകാശത്തിനായി നന്ദി, ഈ വചനത്തിന്റെ അറിവിനായി നന്ദി. എല്ലാവർക്കും വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല എന്നും വീണ്ടും ജനനം വിശ്വാസത്താലാണ് എന്നും രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവർക്കേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ എന്നും അവർക്കേ വീണ്ടും ജനിക്കാൻ കഴിയത്തുള്ളൂ എന്നും വീണ്ടും ജനിക്കണമെങ്കിൽ ഒരേ ഫാമിലി ആയിരിക്കണമെന്നും ദൈവസന്തതിയായവനെ ദൈവവചനം കേൾക്കുകയുള്ളൂ എന്നും നിങ്ങൾ ദൈവസന്തതി അല്ലാത്തത് കൊണ്ട് ഈ ദൈവവചനം കേൾക്കാനോ വിശ്വസിക്കാനോ കഴിയത്തില്ല എന്നുള്ള യേശുവിന്റെ വാക്കുകൾ നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടരുതെന്നും അവ അത് ഏറ്റെടുക്കത്തില്ല, അവ തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുമെന്നും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഇൻസൈറ്റിനായി പ്രകാശത്തിനായി നന്ദി.
പ്രത്യേകിച്ചും മത്തായി 13 പറയുന്ന വിതക്കാരന്റെ ഉപമയ്ക്കായി രാജ്യത്തിന്റെ പുത്രന്മാരെയും പിശാചിന്റെ പുത്രന്മാരെയും ഒരേ കണ്ടത്തിൽ, ലോകമെന്ന ഒരേ കണ്ടത്തിൽ വിതച്ചിരിക്കുന്നതായും രണ്ടുപേർക്കും 2 ഭാവി വെച്ചിരിക്കുന്നതായും പിശാചിന്റെ മക്കളെ കളകളെന്ന് പേരിട്ട് അവരെ അവസാനം കൊയ്ത് ചുട്ടുകളയാൻ നിയമിച്ചിരിക്കുന്നുവെന്നും രാജ്യത്തിന്റെ മക്കളെ ദൈവത്തോട് കൂടെ ജീവിപ്പാൻ ക്രിസ്തു മുഖാന്തരം രക്ഷിച്ചെടുക്കുവാൻ നിയമിച്ചിരിക്കുന്നുവെന്നും. എന്നാൽ ഈ രാജ്യത്തിന്റെ പുത്രന്മാർ ഫലം കൊടുത്തില്ല എങ്കിൽ ദൈവരാജ്യം അവരുടെ പക്കൽ നിന്ന് എടുത്ത് ആ രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമെന്ന് നിങ്ങളുടെ വചനം പറഞ്ഞത്. എന്റെ പ്രിയ പിതാവേ, ഇതാ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ വരം ലഭിച്ചവർക്ക് മാത്രം ഇത് മനസ്സിലാകുന്നത് കൊണ്ട് അവർക്കായി ഞാൻ അങ്ങയെ സ്തോത്രം ചെയ്യും. ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും ഈ ശബ്ദ കാഴ്ച വരുന്നില്ല, തുടർന്ന് ശ്രമിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായി തീരുവാൻ, ആ അനുഗ്രഹം ക്രിസ്തുവിന്റെ തലയോളം ഇവരെ വളർത്തുവാനും അതുവഴി സ്വർഗസ്ഥ പിതാവിൽ എത്തിച്ചേരുവാനും ഞങ്ങൾ മതത്തിലോ ജാതിയിലോ ഡിനോമിനേഷനിലോ അഹങ്കരിക്കാതെ അങ്ങ് ഞങ്ങൾക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്ന ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ എന്ന ആ അവസരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് താഴ്മയുള്ളവരായി അങ്ങയുടെ നിലകൊള്ളുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഈ ചാനലിനായി സ്തോത്രം. അങ്ങയുടെ മകനായ മകൾക്കായി അവരുടെ പ്രവൃത്തികൾക്കായി ഒക്കെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രവൃത്തികളും ദൈവഹൃദയത്തിൽ ആനന്ദമായി തീരുവാൻ അങ്ങ് ഇടയാക്കണമേ. ശുശ്രൂഷ അനുഭവിക്കുന്ന ഏവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ പേരും അങ്ങ് കൂട്ടായിരിക്കണമേ. രോഗികളായിരിക്കുന്നവർ ഒരു നിമിഷം രോഗങ്ങളോ വാങ്ങലിക്കരങ്ങളോ വെച്ചാട്ടെ, നിങ്ങളുടെ വാഗൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ പാപത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ ദൈവത്തോട് മനസാന്തരപ്പെട്ടുകൊണ്ട് യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾ കരം വെച്ചിരിക്കുന്ന ഭാഗത്തുള്ള രോഗങ്ങളെ ശാസിക്കുന്നു, വേദനകളെ ശാസിക്കുന്നു, വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിന്റെ അടിപ്രധാനം നൽകിയ സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. എല്ലാ മേഖലയിലും ഈ മക്കൾ ഒരു അനുഗ്രഹമാകട്ടെ. എല്ലാ ആവശ്യങ്ങളുടെ പേരും ദൈവത്തിന്റെ മഞ്ഞുമഴയെ കൂട്ടായിരിക്കും. ദൈവ സമാധാനം കുടുംബങ്ങളെ കൽപ്പിക്കുന്നു. കുടുംബങ്ങളുടെ കലഹങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദൈവിക സമാധാനം ആ കുടുംബങ്ങളിൽ നിങ്ങളുടെ മനസ്സുകളിൽ കൽപ്പിക്കുകയാണ്. എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി, അനേക പ്രകാശം കൊടുക്കുന്ന മക്കളായി തീരുവാൻ ദൈവം സഹായിക്കും. സർവ്വമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രത്യേകിച്ച് ചാനലിനെ ഓർക്കുന്നു, ഒരു അനുഗ്രഹിക്കുന്നു. സർവ്വമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ താല്പര്യമുണ്ട് എങ്കിൽ, ദൈവരാജ്യ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ താല്പര്യമുണ്ട് എങ്കിൽ യൂട്യൂബിൽ SVJ മെസ്സേജസ്, ഷാജി വമ്പനാട്ട് ജോസഫ് മെസ്സേജസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് www.kingdommessage.com. അതിൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ അതിൽ ഡെയിലി ബ്രെഡ്, പാട്ടുകൾ, ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് അത് വായിക്കാം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ട്വിറ്ററിൽ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പേജുണ്ട്, ഷാജി ജോസഫ് പേജുണ്ട്. അതിൽ എന്റെ ധാരാളം ഷാജി ജോസഫ് ഉണ്ട്. അതിൽ എന്റെ പേജ് കാണുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ തന്നെ v.o.g വോയിസ് ഓഫ് ഗോഡിന്റെ ആണ്, അതിന്റെ ഷോർട്ടാണ്. അതും ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഷാജി ജോസഫ് SVJ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ പല രീതി. പിന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഡെയിലി വാട്സപ്പ് മെസ്സേജ് വരെ ഞങ്ങളുടെ സൂം മീറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. നിങ്ങളുടെ നമ്പർ താഴെ നോട്ട് ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ് മെസ്സേജ്, ദൈവരാജ്യത്തിന്റെ പാട്ടുകൾ, ഞങ്ങളുടെ മീറ്റിംഗിന്റെ സൂം ലിങ്കുകൾ, പ്രത്യേകിച്ച് ഈ ഹൈ ലെവൽ കോൺഫറൻസ്, അതിലെ ചില സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സൂമിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അത് അവിടെ നിന്ന് ഫെച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം. അത് ഫേസ്ബുക്കിലോ എവിടെയാണോ നിങ്ങൾ കമന്റ് എഴുതുന്നത് അവിടെ ഞങ്ങൾ രേഖപ്പെടുത്തിയാൽ നിങ്ങൾ അതും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുന്നത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവരെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് 29, 30, 31 തീയതികളിൽ നടക്കുന്ന ഹയർ ലെവൽ കോൺഫറൻസ് ആൻഡ് ഫാസ്റ്റിംഗ് പ്രയർ, അതിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്നാട്ടെ. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഗോസ്പൽ ടിവിയുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം ഏവരെയും നിങ്ങളെ കുടുംബം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെല്ലാം മാനിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്.
ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം. ഇത്രത്തോളം സമയം ഈ ചാനലിനോടൊപ്പം ആയിരുന്ന ദൂരത്തും വിവിധ സ്ഥലങ്ങളിലും ആയിരുന്നുകൊണ്ട് ദൈവവചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും കർത്താവിന്റെ ഹിതം അനുസരിച്ച് നമുക്ക് പരസ്പരം കാണുവാനും നല്ല മെസ്സേജുകൾ കേൾക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, സഹോദരങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അടുത്ത ആഴ്ച ഈ സന്ദേശം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇവിടെ റിട്രീറ്റ് നടക്കുകയാണ്. അടുത്ത 5-ാം തീയതി റിട്രീറ്റ് തുടങ്ങുന്നു. അപ്പോ നിങ്ങളെ എവരെയും ആ റിട്രീറ്റിലും കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരായി തീരാം. ഓക്കെ, ദൈവം അനുവദിക്കുക. അതിന്റെ അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുക. താങ്ക് യു. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ഇന്ന് അടുത്ത വ്യാഴാഴ്ച വരുന്നത് സോറി അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് അടുത്ത വ്യാഴാഴ്ചയല്ലേ? ദൈവം അനുവദിക്കാൻ അടുത്ത ആഴ്ച ഉണ്ടാവും കേട്ടോ. ദൈവം അനുവദിക്കാൻ അടുത്ത ആഴ്ച ഉണ്ടാവും. ഓക്കെ, അതിന്റെ അടുത്ത ആഴ്ച ആയിരിക്കില്ല. ഓക്കെ, ഞാൻ ഹയർ ലെവൽ കോൺഫറൻസ് അതിന്റെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച വൈകിട്ട് പാസ്റ്റർക്ക് പറ്റിയ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, വ്യാഴാഴ്ച കഴിയും. വ്യാഴാഴ്ച കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സൺഡേ ചെയ്യാം. ഓക്കെ, ദൈവം തുറക്കട്ടെ. ഓക്കെ, ദൈവം തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്. Lord, I love you.